ഗുഡ് സമരീത്യൻ, നല്ല ശമരിയക്കാരൻ്റെ ചിത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു വേദപുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകൾ സെക്യുലർ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും വെവ്വേറെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. കാര്യം 1-ാം ക്ലാസ്സിൽ പോകുന്ന 6 വയസ്സുകാരൻ്റെ പ്രായമല്ല 10-ാം ക്ലാസ്സിലെ 16-കാരൻ്റെ പ്രായം. അവനവൻ്റെ പ്രായത്തിനും പഠിപ്പിനും ഒത്തവണ്ണം ടെക്സ്റ്റ് ബുക്കുകൾ ഓരോ ക്ലാസ്സിനും മാറിയേ മതിയാകൂ. ബൈബിൾ അങ്ങനെയല്ല. സൺഡേ സ്കൂളിൽ ചേരുന്നവർ നഴ്സറി ക്ലാസ് മുതൽ PhD വരെ ഈ ഒറ്റ പുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം അതാത് ആത്മീക പ്രായത്തിന് തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് പുതിയ അറിവുകൾ കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് നഴ്സറി ലെവലിൽ നിന്ന് മാറാം. ഇതേ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു വന്ന പഴയ പാഠത്തിൽ നിന്ന് അല്ലെങ്കിൽ നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ നിന്ന് പുതിയ ദൈവിക ആഴങ്ങൾ പ്രാപിക്കുവാൻ നമുക്കിടയാക്കട്ടെ. എല്ലാ കാലത്തേക്കുമുള്ളതാണ് ആ പുസ്തകം. 2, സ്കൂളുകളിലുള്ള പാഠപുസ്തകങ്ങൾ 5 വർഷം 7 വർഷം മേ ബി 3 വർഷം കഴിയുമ്പോൾ മാറിയേ മതിയാകൂ. കാര്യം ജീവിതചര്യകൾ മാറുന്നു, ഭാഷാ ശൈലി മാറുന്നു, കണ്ടുപിടുത്തങ്ങൾ മാറുന്നു. പുസ്തകം മാറുന്നില്ലെങ്കിൽ ആ പഴയ കാലത്തിരിക്കേണ്ടതായിട്ട് വരും. അല്ല, കാലം മാറുന്നതുകൊണ്ട് പുസ്തകം മാറണം. പക്ഷേ ആകാശവും ഭൂമിയും മാറിയാലും തിരുവചനം മാറത്തില്ല. ഏത് കാലത്തും ഇത് തന്നെയാണ്. ഇത് 2000 വർഷമായി, ഏറെക്കുറെ 2000 വർഷമായി ഈ പുസ്തകം അങ്ങനെ തന്നെ തുടരുന്നു. എന്തുകൊണ്ടാണ്? ഏത് കാലത്തേക്കുമുള്ളത് എല്ലാ കാലങ്ങളെയും അറിയുന്നവനായ ദൈവം ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അതാത് കാലങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ വ്യാഖ്യാനങ്ങൾ ദൈവം അന്നന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ പുസ്തകം മാറത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പഴയ കഥയിലേക്ക് തിരിച്ചു കയറാം. നല്ല ശമരിയക്കാരൻ്റെ ഉപമ. നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുവാനുള്ള സാധ്യത എന്താണ്? നല്ല ശമരിയക്കാരൻ്റെ പുസ്തകത്തിൽ നിന്ന് ആ ഒരു ചോദ്യവുമായി ഒരുവൻ എഴുന്നേറ്റ് വരികയാണ്. എ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആൻഡ് ജസ്റ്റ് ടു ട്രാപ്പ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ ട്രാപ്പ് ചെയ്യേണ്ടതിന്, വാക്കിൽ കൊടുക്കേണ്ടതിനും യേശുവിനെ കൺഫ്യൂസ് ചെയ്യേണ്ടതിനുമായി ഒരു പരീശൻ എഴുന്നേറ്റ് വരികയാണ്. പരീക്ഷ തത്വത്തിലെ പ്രധാനപ്പെട്ടത് നമ്മളെ കൺഫ്യൂസ് ചെയ്യുകയാണ്. 2 വാക്യം തിരിച്ചും മറിച്ചും പറഞ്ഞാൽ മറുപടി പറയാൻ അറിയാൻ വയ്യാത്തവനെ ആകെപ്പാടെ കറങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നിരൂപണ പ്രസംഗം ഇങ്ങനെ കേട്ടു. അതിനൊരു മറുപടി, ഞാൻ കേട്ട മാധ്യമത്തിന് ഒരു മറുപടി കൊടുക്കുവാനും കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഇങ്ങനെയായിരുന്നത്, 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ അന്ന് ഓരോരുത്തർ അവരവരുടെ ഭാഷയിൽ ജനം സംസാരിക്കുന്നതായി, അപ്പോസ്തലന്മാർ സംസാരിക്കുന്നതായി തിരിച്ചറിഞ്ഞു. ആകയാൽ യഥാർത്ഥ അന്യഭാഷ വാക്യം ക്ലീനായിട്ട് കിടപ്പുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു 10-15 സ്ഥലപ്പേരുകൾ പറഞ്ഞ ശേഷം അവിടെയൊക്കെയും ജനിച്ച നാം ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്നു. എല്ലാവരും പറയുന്നത് ഒന്നാണ്. അതേസമയം 15 പേർക്ക് 15ആയി തിരിയുന്നു. അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഇടത്തു നിന്നും വന്നവർക്ക് അവരവരുടെ ഭാഷകളിൽ തിരിയുന്നു. അങ്ങനെ സുവിശേഷം ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവരോടും പറയുവാൻ വേണ്ടി ദൈവം കൊടുത്ത ഒന്നാണ് അന്യഭാഷ. പക്ഷേ ഇന്ന് കാണുന്നത് അന്യഭാഷ അല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞത് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്. ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ കഴിയും. ബൈബിൾ വായിച്ചിട്ടില്ലാത്തവരെ കൺഫ്യൂസ് ചെയ്യാം. ഞാനതിനൊരു മറുപടി ഇങ്ങനെ പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ മാത്രം വലിച്ചെടുത്തത് എന്തിനാണ്? 5 മുതൽ അങ്ങ് വായിച്ചാലത്തെ തകരാറെന്നായിരുന്നു. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ഭാഷകളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും, സകല രാജ്യങ്ങളിൽ നിന്നും ഉള്ള ഭക്തിയുള്ള യഹൂദന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും പോയി എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യയിൽ യഹൂദൻ ഉണ്ടായിരുന്നെന്ന് മറക്കരുത്. കേരളത്തിൽ യഹൂദൻ ഉണ്ടായിരുന്നു, ബീഹാറിൽ യഹൂദൻ ഉണ്ടായിരുന്നു, ആസാമിൽ യഹൂദൻ ഉണ്ടായിരുന്നു, പലയിടത്തും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ മലയാളികളും ഹിന്ദിക്കാരും ആസാമികളുമായ നമുക്ക് നമ്മുടെ ജനിച്ച ഭാഷയിൽ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞേനെ. 100% 5-ാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാകുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഉണ്ടായിരുന്നു, നിർബന്ധമായി ഉണ്ടായിരുന്നു. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വെറും 15 ഭാഷക്കാർക്കേ മനസ്സിലായുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ല എന്ന് ഉറപ്പാണ്. അത് തന്നെയാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്നോടും ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, മനുഷ്യനിലാരും തിരിച്ചറിയുന്നില്ല, അവർക്ക് ആത്മീക വർധന ഉണ്ടാകേണ്ടതിന്. പരീക്ഷ മതം എന്നും കൺഫ്യൂസ് ചെയ്യുന്നതാണ്. യേശുവിനെ കൺഫ്യൂസ് ചെയ്യേണ്ടതിന് വേണ്ടി ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, സ്വയം നീതീകരിക്കേണ്ടതിന് വേണ്ടി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ അതാ കാണുന്നത്. അതിന് യേശു 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതായ ഒരു മറുപടിയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയുടെ പ്രധാന വിഷയം. അർത്ഥപ്രാണനായ ഒരു മനുഷ്യൻ എന്നതാണ് അതിൻ്റെ പ്രാധാന്യത. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവരവനെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു,
അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. അതുവഴിയായി ഒരു പുരോഹിതനും മറ്റും വന്നു. ഓക്കെ, ഇതാണ് സംഭവം. തേണ്ട കൺഫ്യൂസ് ചെയ്യേണ്ടതിന് വേണ്ടി എൻ്റെ അയൽക്കാരൻ ആര് എന്ന ചോദ്യം ചോദിച്ച ആ ന്യായശാസ്ത്രിയോട് യേശു പറയുന്ന വിശദീകരണമാണ് നമ്മൾ കണ്ടത്. ബി അവെയർ അബൌട്ട് ദം. ഈ ന്യായശാസ്ത്രികളെയും ഈ പൗരോഹിത വൃന്ദത്തെയും, ഈ പഴയ നിയമത്തിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്, പുതിയ നിയമത്തിലും കൺഫ്യൂസ് ചെയ്യാൻ വരുന്നവൻ, കുപ്പായമിട്ടാൽ ഈട്ടില്ലെങ്കിലും കൺഫ്യൂസ് ചെയ്യാൻ വരുന്ന സകലരും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അവരെ വിട്ടൊഴിയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒരു മനുഷ്യൻ ആദാമ്യവർഗത്തെക്കുറിച്ചാണ്. യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. യെരുശലേം ആരാധനയുടെ ഇടം, നിയമപ്രകാരം ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുന്ന ഇടം. 3, അവൻ യെരിഹോവിലേക്ക് പോയി. അതൊരു ശാപപട്ടണമാണ്. വഴിമധ്യേ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരെന്നാൽ എന്ത് എന്ന് ഒന്നുകൂടെ നമ്മൾ തൊടും. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവിടം വരെ നമ്മൾ ഏറെക്കുറെ ചിന്തിച്ചു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. നമ്മൾ ഏറെക്കുറെ അവിടം വരെയാണ് ചിന്തിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് ചിന്തിക്കും, കള്ളന്മാരെ ഒന്നുകൂടെ തൊടുകയും ചെയ്യും. കാര്യം നാം പ്രായോഗികമായിരിക്കണമല്ലോ. മെസ്സേജ് കേൾക്കുന്നവർ അത് നന്നായി ഗ്രഹിക്കേണ്ടതിനായി ഇത് പ്രായോഗികമാക്കേണ്ടതിന് ഞാൻ ശ്രമിക്കുകയാണ്. മാതൃകാപരമായൊരു ശുശ്രൂഷ എന്നാൽ എന്ത് എന്നതാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുവാൻ പോകുന്നത്. പ്രധാനമായും അതിനകത്ത് ഒരു ശമരിയക്കാരനെ കാണാം. അതിനകത്തെ പ്രധാന വിഷയങ്ങൾ എണ്ണ, വീഞ്ഞ്, മുറിവ്, വാഹനത്തിൽ ചേർന്നുള്ള യാത്ര, പഴയ വഴിയമ്പലത്തിലെ ശുശ്രൂഷകന്മാർ, വെള്ളി നാണയങ്ങൾ, അതായത് 2 വെള്ളി നാണയങ്ങൾ, യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ വാഗ്ദത്തം, കിരീടവും പ്രതിഫലങ്ങളും, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും ഇന്ന് എടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എങ്ങനെയും ഇന്നുകൊണ്ട് ഈ വിഷയം നിർത്തണം എന്നെനിക്ക് ആശയമുണ്ട്. കാര്യം അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി. അങ്ങനെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു എന്നതിനെ കള്ളന്മാർ അവനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി എന്ന പദമാണ് ഞാൻ എടുക്കുന്നത്. കാര്യം ശുശ്രൂഷിക്കുക എന്നത് ഒരു പുതിയ നിയമ പെന്തക്കോസ്റ്റൽ വാചകമാണ്, അല്ലെ ആത്മീയരുടെ വാചകമാണ്. ഈ സഭയിൽ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കും. കാര്യം ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. വ്യത്യസ്ത ശുശ്രൂഷകളുള്ളവർ അത് അവരുടെ ശുശ്രൂഷകൾ കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ വന്നാൽ കൃപാവരങ്ങൾ കൊണ്ട് ശുശ്രൂഷിക്കും, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യും. ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളിനെ കുളിപ്പിച്ചും ശരീരം വെച്ച് കെട്ടിയും മറ്റും ശുശ്രൂഷിക്കും. എൻ്റെ കയ്യിൽ എന്തുണ്ട് അതിനൊത്തവണ്ണമായിരിക്കും ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഇങ്ങനെ ശുശ്രൂഷ തുടങ്ങി. കള്ളന്മാരുടെ ശുശ്രൂഷ. അവർ ചിലർ തല്ലിക്കാണും, ചിലർ കുത്തിക്കാണും, പലതും ചെയ്തു. പക്ഷേ അവരവനെ വസ്ത്രം അഴിച്ചു. നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. വസ്ത്രം അഴിച്ചു. ഓക്കെ, വസ്ത്രം അഴിച്ചു എന്നത് അവൻ്റെ ആത്മീക ജീവിതത്തെ കുറിക്കുന്നതാണെന്ന് പറഞ്ഞു. കാരണം ദൈവസന്നിധിയിൽ റെയ്മൻഡ് എന്ന വാക്കാണ്, വീണ്ടും അവിടെ വരും, റെയ്മൻഡ് എന്ന വാക്കാണ് വസ്ത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആഘോഷവേളകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക വസ്ത്രങ്ങളെ കുറിക്കുന്നതാണ്. സാധാരണ ഒരു വസ്ത്രമല്ല. ഈ യഹൂദ ബാലൻ റെയ്മൻഡ് അണിഞ്ഞിരുന്നവനായിരുന്നു. എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ടി വരുന്ന മണവാളനോ മണവാട്ടിയോ വിവാഹ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രത്തെയാണ് റെയ്മൻഡ് എന്ന് വിളിക്കുന്നത്. മധ്യ കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണത്. അതാണ് കിങ് ജെയിംസ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദ സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഗാർമെൻറ്റ്സ് എന്ന് ചിലയിടത്തുണ്ട്. പക്ഷേ റെയ്മൻഡ് എന്ന പദമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്കിലും അത് കാണാം, കിങ് ജെയിംസ് വെർഷനിലും അത് കാണാം. ദ റെയ്മൻഡ്. രാജാവ് രാജാധികാരം ഏറ്റെടുക്കുവാൻ വരുമ്പോൾ, പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ വരുമ്പോൾ ധരിച്ചിരിക്കുന്ന ചെളി, കളങ്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത, ചുളുക്കമില്ലാത്ത ആ ഏറ്റവും തേജസ്കരിക്കപ്പെട്ട വസ്ത്രത്തെയാണ് റെയ്മൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ബാലകൻ റെയ്മൻഡ് അണിഞ്ഞിരുന്ന ഒന്നാം തരം പെന്തക്കോസ്തുകാരൻ്റെ ഇന്നത്തെ ഭാഷയിൽ അത് നശിപ്പിക്കുകയായിരുന്നു കള്ളൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ആഴ്ചയിൽ വരികയോ ശ്രദ്ധിക്കുകയോ ചെയ്യാഞ്ഞവരുടെ അറിവിന് വേണ്ടി ഈ കള്ളൻ ഒന്നും മോഷ്ടിച്ചതായി ബൈബിളിലില്ല. മോതിരം ഊരിയ ചരിത്രമില്ല, പണസഞ്ചി എടുത്ത ചരിത്രമില്ല, വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു എന്നല്ലാതെ വസ്ത്രം കൊണ്ടുപോയ ചരിത്രമില്ല. ഒന്നും മോഷ്ടിക്കാത്ത ഒരു കള്ളനാണ് ഇവൻ, മറക്കരുത്. എങ്കിൽ ഇവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ മനുഷ്യൻ്റെ റെയ്മൻഡ് അഴിച്ച് താഴെ കളയുക. നിങ്ങളുടെ വിശുദ്ധിക്ക് നേരെയാണ് പിശാച് നിൽക്കുന്നത് എന്ന് മറക്കരുത്. ആരൊക്കെ ആയിരിക്കാം ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടുന്നത്? സാത്താനെ നേരെ കള്ളൻ എന്ന് വിളിക്കുന്നു, അവനതാകുന്നു. പിന്നെ കള്ളപ്രവാചകന്മാരെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ആ പേര് തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. യഹോവയെ അരുളി ചെയ്യാത്തത് അരുളി ചെയ്യുന്നവരെയാണ് കള്ളപ്രവാചകന്മാരെന്ന് വിളിക്കുന്നത്. പ്രവാചകൻ എന്ന വാക്കിന് 2 അർത്ഥങ്ങൾ തിരുവചനത്തിൽ പ്രധാനമായിട്ടുമുണ്ട്. ഒന്ന്, ഭാവിയെക്കുറിച്ച് പറയുന്നവൻ പ്രവാചകനാണ്. അതിനകത്ത് കളിപ്പീര് പാടില്ല, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രം.
അത് തെറ്റിച്ച് പറയുന്നവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ ഞാൻ ന്യായം വിധിക്കും. എന്തുകൊണ്ടാണ് കള്ളപ്രവാചകൻ ഉണ്ടായത്? ഞാൻ പ്രവാചകന്മാരെ കുറ്റം പറയുകയാണെന്ന് ദയവായി ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ എന്നെ ഇവിടം വരെ ആക്കിയത് പ്രവാചകന്മാർ മുഖേനയാണ്. ദൈവം അരുളിച്ചത് ദൈവികമായ ആലോചന സമയത്തെന്നെ അറിയിച്ചതുകൊണ്ടാണ് എൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് ആയിരങ്ങൾക്ക് വളരാൻ കഴിയാഞ്ഞ അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ വളർത്തിയത് പ്രവാചകന്മാർ മുഖേനയായിരുന്നു. പക്ഷേ പണസമ്പാദനത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി വ്യാജം ഉപയോഗിക്കുന്ന പുള്ളികളുണ്ട്. അവരുടെ കാര്യമാണ് ഈ കള്ളപ്രവാചകന്മാരെന്ന് പറഞ്ഞത്. പ്രവചനം എന്ന പദത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം ദൈവത്തിൻ്റെ ആലോചന മനുഷ്യനെ അറിയിക്കുന്ന സുവിശേഷകനെ കുറിച്ചാണ്. അതും പ്രവചനമായി തിരുവചനത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അവരെയും പ്രവാചകന്മാരായി, പ്രവചനത്തിന് ഇനിയും അർത്ഥമുണ്ട്, പ്രവാചകന്മാരായി അവരെയും തിരുവചനം ചിത്രീകരിക്കുന്നുണ്ട്. കള്ളപ്രവാചകന്മാർ, ദുർവ്യാഖ്യാനം നടത്തുന്നവർ. മുമ്പേ ഞാൻ ഒരു പുള്ളിയുടെ കാര്യം എടുത്തുകൊണ്ട് കാണിച്ചു. ഇതുപോലെ ദുർവ്യാഖ്യാനം നടത്തുന്ന അനേകർ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരെ കള്ളപ്രവാചകന്മാർ എന്ന് വിളിക്കും. ഞാൻ കേട്ടതനുസരിച്ച് ഒരു മഹാന്, അതൊരു എടുത്തു പറയാനൊന്നും കൊള്ളുകയില്ല, അതുകൊണ്ട് പേര് ഞാൻ സാധാരണ ആരുടെയും ഉപയോഗിക്കാറില്ല. വെറും ഹാസ്യ നടന്മാരിൽ ഒരുവൻ, താണ ഭാഷാശൈലി ഉപയോഗിക്കുന്ന ഒരുവൻ, മറ്റൊരുവനെ അപമാനിക്കുന്ന ഒരുവൻ, അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിൽ എഴുന്നേൽക്കുന്ന പരിഹാസികളിൽ ഒരുവൻ നമ്മുടെ അടുത്ത് അവനെ വിളിച്ചുകൊണ്ട് വന്ന് MA വർഗീസ് യേശു വന്നേച്ചു പോയി ഇന്ന് പ്രസംഗിച്ചു എന്ന് വരെ പ്രസംഗിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കൂലിത്തല്ലുകാരനെ കാശ് കൊടുത്താണ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയാണ്? കഴിയുമെങ്കിൽ ഒരുത്തനെ കൂടെ കൺഫ്യൂസ് ചെയ്യുവാൻ. ഇവരെ കള്ളപ്രവാചകന്മാർ എന്ന് ബൈബിൾ വിളിക്കും. അങ്ങനെ ദുഷിച്ച കാര്യങ്ങൾ പറയുന്ന കള്ളപ്രവാചകന്മാർ. 3, വ്യാജവേലക്കാർ. ക്രിസ്തുവിൻ്റെ വേലക്കാരുടെ വേഷം കെട്ടിയ വ്യാജവേലക്കാർ. അവരുടെ സ്വന്തം ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സ്വഭാവശുദ്ധിയില്ലാതെ, ജീവിത സാക്ഷ്യമില്ലാതെ പോകുന്ന വ്യാജവേലക്കാർ. ദുരുപദേഷ്ടാക്കന്മാർ തന്നെ, ദുർമാതൃകകൾ. എനിക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല. പാരമ്പര്യത്തിൽ പിടിച്ചു തൂങ്ങുന്നവർ, കൂലിക്കാർ, കൂലി മാത്രം പ്രതീക്ഷിച്ചു വരുന്നവർ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമില്ലാതെ കൂലി മാത്രം പ്രതീക്ഷിച്ചു വരുന്നവർ. പിന്നെ നുഴഞ്ഞു വന്നവരെന്ന് പറയുന്ന യൂദായുടെ ലേഖനത്തിലെ വാചകമാണത്. അത് പറയുന്നത് ദുരുപദേഷ്ടക്കന്മാർ സഭയ്ക്കകത്തേക്ക് ആരും അറിയാതെ ഇഴഞ്ഞു വരുന്നവരുടെ കാര്യമാണ്. പലയിടങ്ങളിലും പലരും പെട്ടെന്ന് വളർന്ന് വലിയവരാകും. ചോദിച്ചു വരുമ്പോൾ എന്തെങ്കിലും 2 മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നുഴഞ്ഞു വന്നവർ. അവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നുണ്ട്. ഉറക്കപ്രിയന്മാർ, തൃപ്തി വരാത്ത കൊതിയന്മാർ, താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞവരും സ്വന്തം ലാഭം അന്വേഷിക്കുന്നവരും, സുഖിയന്മാർ എന്നിങ്ങനെ ഒരു 10-12 അവരെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ മനുഷ്യനെ അങ്ങ് ശുശ്രൂഷിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കുന്നു, പ്രവചിക്കണമെങ്കിൽ പ്രവചിക്കും, പാടണമെങ്കിൽ പാടും, ആടണമെങ്കിൽ ആടും, അച്ചാച്ചാന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കും, അമ്മാമ്മയെന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കും, മറ്റവനെ ചീത്ത വിളിക്കും. എല്ലാം കൂടെ ചേർന്ന് ഇവന്മാരുടെ ശുശ്രൂഷ അങ്ങ് വിളമ്പി. അങ്ങനെ ഇവർ ചേർന്ന് വിശുദ്ധ വസ്ത്രം നഷ്ടമാക്കി. പണ്ട് ഞാൻ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി വന്നാൽ എൻ്റെ ഹൃദയം ദൈവത്തോടുള്ള ഏകാഗ്രതയിലിരുന്നു. എൻ്റെ ജീവിതശൈലി ദൈവികമായിരുന്നു. ഇന്ന് ഇവർ ചേർന്ന് ഇവരെ കണ്ടവർ മനം മടുത്തു. അവരുടെ ജീവിത വിശുദ്ധി നഷ്ടമാക്കി. ദൈവത്തോടുള്ള ഏകാഗ്രത പോയി. വിശ്വാസത്തിൽ ഉലച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, കേരളത്തിലുള്ള പ്രസിദ്ധനായ ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാൻ നിരന്തരമായ ആരാധനകളിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ പാസ്റ്ററെ, കഴിഞ്ഞ 1 മാസത്തിൽ കൂടുതലായി, അമേരിക്കയിൽ വെച്ചാണ് കണ്ടത്, കഴിഞ്ഞ 1 മാസത്തിലധികമായി ഞാൻ ഒരു സഭാരാധനയ്ക്കും പോകുന്നില്ല. ഞാൻ വീട്ടിലിരുന്ന് ഒക്കുമ്പം പ്രാർത്ഥിക്കും, അല്ലാത്തപ്പോൾ TV കാണും. കേട്ടോണം, അല്ലാത്തപ്പോൾ TV കാണും. ഞാൻ എന്നാ പറ്റി? മാന്യനായ ഒരു ദൈവദാസൻ ഇവിടെ വന്ന് യേശു വന്നേച്ചു പോയെന്ന് MA വർഗീസ് പറഞ്ഞു എന്ന് പറഞ്ഞ അതേ കള്ളൻ തന്നെ അപ്പുറത്ത് എന്ന് പറഞ്ഞു, നിന്നെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും നടത്തിയവൻ മഹാകള്ളനാണ്, എൻ്റെ കയ്യിൽ തെളിവുകൾ നിരത്തിയിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു, അന്ന് ഞാൻ സഭാരാധനയ്ക്ക് പോക്ക് നിർത്തി. പറയുന്നത് മനസ്സിലായല്ലോ? വിശ്വാസത്തിൽ ക്ഷീണിച്ചു, വിശ്വാസത്തിൽ ഉലച്ചു. അടുത്തത് സംശയം, കയ്പ്, പക, വെറുപ്പ്, ഇവയെല്ലാം ഇവരുടെ അകത്തുണ്ടാക്കി, ഇവയുളവാക്കി ഒടുവിൽ അവരെ പിന്മാറ്റക്കാരാക്കി മാറ്റി. ഞാനീ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ തൊടാനല്ല, ഒരു സംഭവത്തെയും ആശയത്തെയും ഗൗരവമായി തൊടാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതെ ഇരിക്കേണ്ടതിന്, സൂക്ഷിച്ച് ഒഴിയേണ്ടതിന്, ഇത്തരം കള്ളന്മാർ ഈ വഴികളിലെല്ലാം ഉണ്ടെന്ന് ഓർപ്പിക്കേണ്ടതിനാണ് ഇത് പറയുന്നത്. സോറി, എൻ്റെ തൊണ്ടയ്ക്ക് ഒരു അല്പം പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഐ എം സോറി. ഓക്കെ, ഇതെല്ലാം ഉണ്ടാക്കി ഒടുവിൽ ഇവരെ പിന്മാറ്റക്കാരാക്കി ഈ കള്ളന്മാർ തള്ളിക്കളഞ്ഞു. അവരുടെ ആരാധന തളർത്തി.
പണ്ട് നന്നായി കൈയടിച്ചിരുന്ന് ആരാധിച്ചവർ ഇന്ന് പറയും അങ്ങനെയൊന്നും വേണ്ട, പരിശുദ്ധാത്മാവിന് നിന്റെ ചാട്ടം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതെന്നാടാ ഡ്രില്ല് കളിക്കുകയാണോ? ആരാധനയല്ലേ? അവരുടെ ആരാധനയെ തകർത്തു. അവരുടെ ഏകാഗ്രത പോയി. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ലോകത്തിൻ്റെ വഴികളിലേക്ക് തിരഞ്ഞു. പലരും ലക്ഷ്യം തെറ്റിച്ചു. അവരെന്തിന് ഇറങ്ങിത്തിരിച്ചു എന്ന് പലരും മറന്നുപോയി. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയത്? സ്നാനപ്പെട്ട സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനം എന്തായിരുന്നു? കുറേ പണമുണ്ടാക്കുകയായിരുന്നോ? അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് വരികയായിരുന്നോ? അതോ യേശുവിനെ സേവിക്കുകയായിരുന്നോ? അല്ല, ഇത് പറയുമ്പോൾ പണ്ടൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. പല ഇനം സ്നാനങ്ങളുണ്ടെന്ന്. സാക്ഷാൽ സ്നാനം യേശുവിനോട് ചേരാനാ. വേറെ ചിലർക്ക് കല്യാണ സ്നാനമാണ്. കാര്യം സ്നാനപ്പെട്ടില്ലേ കല്യാണം നടക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ചിലർക്ക് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി സ്നാനപ്പെട്ടതാ. സ്നാനപ്പെട്ടില്ലേ കൊണ്ടുപോകത്തില്ല, അതുകൊണ്ടാണ്. ഞാൻ അതിൻ്റെ ഒന്നും കാര്യമല്ല പറഞ്ഞത്. യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട ദൈവ പൈതലേ, ജീവിത ലക്ഷ്യം തെറ്റരുത്. പലരും വലഞ്ഞു, പലരും കുഴഞ്ഞു. ഉള്ളതിലേക്ക് ഒടുവിൽ വഴിയറമ്പിലായതോടെ ഇനി ഇവൻ നന്നാകുകയില്ലെന്ന് ഉറപ്പ് വന്നതോടെ അവനെ വഴിയറമ്പിലിട്ടേച്ച് ഈ കള്ളന്മാർ പൊക്കളഞ്ഞു. 2 കൊരിന്ത്യർ 11:3 മറക്കരുതേ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് പോകരുത് എന്ന് അത് എടുത്തോർപ്പിക്കുന്നത് കാണാം. വേറൊരു ഭാഷയിൽ ഇവൻ മുടിയമ്പുത്രനെ പോലായി. വലിയൊരപ്പൻ്റെ വീട്ടിൽ നിന്നാണ് പാരമ്പര്യം പറയാനുണ്ട്. എം എ വർഗീസിന് പാരമ്പര്യം പറയാനുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിൽ അവർ കുഞ്ഞുങ്ങൾ വീഡിയോ പ്രൊജക്റ്റ് ചെയ്താൽ കാണാം. പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ കൈപ്പിഴിൽ സ്നാനമേറ്റതാ. അക്കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും ഉന്നതന്മാരായ ശുശ്രൂഷകന്മാരിൽ ഒരുവനായ PM ഫിലിപ്പ് പാസ്റ്ററുടെ കൈകൊണ്ട് സ്നാനപ്പെട്ടതാണ്. എനിക്ക് അഭിമാനത്തോടെ പറയുവാനുണ്ട്. പക്ഷേ എന്നെപ്പോലെ സ്നാനപ്പെട്ട പലരും വളർന്നില്ലല്ലോ. അത് എന്തു പറ്റിയതാ? മുടിയമ്പുത്രന് പറ്റിയ പോലെ. അപ്പൻ അഴുക്കായിട്ടല്ല, അവൻ്റെ തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടാ. അപ്പൻ്റെ വീട് മോശമായതിനാലല്ല, അവൻ്റെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയതിനാ. പന്നിക്കൂട്ടത്തിലെ വസ്ത്രവും സ്വഭാവവും വരെ വന്നു. മറക്കല്ലേ, ഈ മുടിയമ്പുത്രൻ പന്നിക്കൂട്ടത്തിലോട്ട് ചെന്ന് ചാടിയിട്ടേ അവിടുത്തെ വസ്ത്രമായി അവൻ്റേത്. ഇന്നത്തെ സാക്ഷാൽ നമ്മൾ നോക്കിയാൽ മാന്യമായ ഭാഷ പോലും തകർന്ന് വ്യാജം സംസാരിക്കുവാൻ, ഓരോരുത്തൻ കൂട്ടുകാരനോട് ഇല്ലാത്തത് പറയുവാൻ, നടന്നിട്ടില്ലാത്ത സംഭവങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുവാൻ ഭാഷ പോലും തളർന്നു. ഞാൻ 1-2 കാര്യങ്ങൾ ഓർത്തോട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ആദ്യമേ ഈ മെസ്സേജ് ഒരു പ്രാവശ്യം ചെയ്തു, അതിൻ്റെ കറക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്തു. വീണ്ടും ഇന്ന് രാവിലെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. റീസൺ, കഴിഞ്ഞ രാത്രിയിലും പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് ഇത് തൊട്ട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനൊരു പ്രത്യേക കളർ, അതിന് യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. മാന്യമായ ഭാഷ പോലും തകർന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷ എടുത്താൽ, ഏതെങ്കിലും ഒരു സംസ്കാരം എടുത്താൽ, അതിനകത്തെ പ്രധാന മാധ്യമങ്ങൾ വായിച്ചാൽ ആ രാജ്യത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാൻ കഴിയും. ഇന്നത്തെ പത്രമെടുത്ത് നമ്മൾ വായിക്കുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാകും. ഇന്നത്തെ മാസികകളും ഓരോരുത്തൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലികളും കേട്ടാൽ ഹാസ്യ ഭാഷയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ച് കഴിഞ്ഞു. സർക്കസ് കൂടാരങ്ങളിലെ ഭാഷ, അപഹസിക്കുന്ന ഭാഷ ആത്മമണ്ഡലത്തിൽ ഉയർന്നു. പന്നിക്കൂട്ടത്തിൻ്റെ ഭാഷാ ശൈലി കയറിക്കൂടി. അത് ഒരു ജീവിത ശൈലിയായി മാറി. ഇപ്പം പറയണമെങ്കിൽ അങ്ങനെയുള്ള ഭാഷാ ശൈലികൾ ചേർത്ത് പറയാനൊക്കത്തുള്ളൂ. മറ്റേതങ്ങ് മറന്നു പോവുകയാണ്. ജീവിത ശൈലിയായി മാറി. അവൻ എഴുന്നേൽക്കയില്ല, അവൻ വഴിയറമ്പിൽ ഒതുങ്ങി. മനസ്സിലാകുന്നു? സഭ പോകുന്ന പോക്ക് ഇത് ദൈവസഭയുടെ കാര്യമാ. ദ വൺ ഹൂ വാസ് അണ്ടർ ദ റെയ്മൻഡ്, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചിരുന്ന ആത്മീയൻ്റെ കഥയാ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. കള്ളന്മാർ ചേർന്ന് ശുശ്രൂഷിച്ച് ഈ പരുവമാക്കി. ഇനി അവൻ എഴുന്നേൽക്കയില്ല. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പല വർഷങ്ങൾക്ക് മുമ്പ് ഇടപെട്ട ഒന്ന ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു വിഷയമാണ്, 1 വീണവൻ 7 വീഴും. പണക്കൊതിയിലായിരിക്കാം ആദ്യം അകപ്പെടുന്നത്, ഇല്ലെങ്കിൽ സൗന്ദര്യമോഹത്തിലായിരിക്കാം ഒരുത്തനകപ്പെടുന്നത്. അരുതാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടുകയായിരിക്കാം വേറൊരുവൻ. വേണ്ടാത്ത ഒരു കൊച്ചു സ്വഭാവം അകത്തോട്ട് വരികയായിരിക്കും ഒരുവൻ. 1 വീണവൻ 7 വീണിരിക്കും. അങ്ങനെയുള്ളതിനോട് അകന്നു സൂക്ഷിക്കുവാൻ. എന്തുകൊണ്ട്? ദൈവമേ, എനിക്ക് വഴിയറമ്പിലായി പോകുവാൻ ആവശ്യമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ മുടിയമ്പുത്രനെ പോലായി. അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നല്ലോ. ഒരു മടങ്ങി വരവിൻ്റെ വാഗ്ദത്തമാണ് ഈ വേദഭാഗങ്ങളിലെല്ലാം കാണുന്നത്. ഇവൻ മുടിയമ്പുത്രൻ്റെ പരുവമായി. ഞാൻ മുമ്പേ എടുത്തു പറഞ്ഞു, വസ്ത്രം, റെയ്മൻഡ് നഷ്ടമായി.
യെശയ്യാവിൽ നിന്ന് നമ്മൾ കണ്ടു, സക്കരിയാവിൽ നിന്ന് കണ്ടു, മുഷിഞ്ഞ വസ്ത്രം വരമാറ്റിയ ശേഷം വെള്ള വസ്ത്രം വിലയ്ക്ക് വാങ്ങുവാൻ വെളിപ്പാട് പുസ്തകം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് മറക്കരുത്. നമുക്കൊന്ന് മടങ്ങി വരാം. മുടിയംപുത്രൻ വീട്ടിലോട്ട് വരുന്ന ഉടനെ അപ്പൻ ആദ്യം പറയുന്ന വാക്കറിയാമോ? വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവന് കൊടുക്കുക, ഇവന്റെ കാലിന് ചെരുപ്പിട്, ഇവന്റെ കൈക്കൊരു മോതിരം അണിയിക്ക്. ഈ കൊച്ചൻ എന്തിനാ വന്നതെന്നറിയാമോ? പുത്തനുടുപ്പിടാൻ വന്നതല്ല. അവന് വിശന്ന് വലഞ്ഞ് പന്നി തിന്നുന്ന വാളവര പോലും കിട്ടാതെ തകർന്നു കിടന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഒരു വായ അപ്പം കിട്ടുമെങ്കിൽ, എങ്ങനെയെങ്കിലും ഒരു വയർ ആഹാരം കിട്ടുമെങ്കിൽ ഇതിനു വേണ്ടിയാണ് അവൻ ഓടി വന്നത്. വസ്ത്രത്തെക്കാൾ ആഹാരം വലുതാണ്. പക്ഷെ അപ്പൻ പറഞ്ഞത് വസ്ത്രം കൊടുക്കാദ്യമേ, ആഹാരം പിന്നെ കൊടുക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ അപ്പൻ്റെ വീട്ടിലോട്ട് കയറണമെങ്കിൽ അതിന് ചില സ്റ്റാറ്റസ് ഉണ്ട്. ഒന്നാമത് ഇവൻ്റെ വസ്ത്രം മാറ്റ്. കാര്യം പന്നിക്കൂട്ടത്തിലെ വസ്ത്രം എൻ്റെ വീട്ടിൽ സാധ്യമല്ല. ആത്മീയരെ, ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരെ, പന്നിക്കൂട്ടത്തിലേത് അപ്പൻ്റെ വീട്ടിൽ അനുവദിക്കുകയില്ല. ഒന്ന്, അവൻ്റെ വസ്ത്രം മാറ്റ്. പഴയ നിയമത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാമെങ്കിൽ യേശു യഹൂദന്മാരോടാണ് ഈ പറയുന്നത്. യഹൂദ പാരമ്പര്യങ്ങൾ നന്നായി അറിയുന്നവരോടാ. ഒരുവൻ്റെ വസ്ത്രം മാറണമെങ്കിൽ കുളിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അവനെ കുളിപ്പിച്ച് അവൻ്റെ ദേഹത്തെ എണ്ണ പൂശിയ ശേഷമേ വസ്ത്രം മാറാൻ ഒക്കത്തുള്ളൂ. വസ്ത്രം മാറുക എന്ന ഒറ്റ ടേമിൽ അടങ്ങുന്നതാണിത്. ക്രിസ്തുവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ടവരായി, ആത്മാവിൻ്റെ ശക്തിയാൽ തളിക്കപ്പെട്ടവരായി വിശുദ്ധിയുടെ വസ്ത്രം ഏറ്റെടുക്കുവാൻ ഈ മുടിയംപുത്രന്മാരെ കുറിച്ച് എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ട്. ഇന്ന് വിവിധയിടങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയായി ഞങ്ങൾ ഈ അനുഭവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. ഭാഷാശൈലി മാറട്ടെ, ജീവിതശൈലി മാറട്ടെ, വായിക്കുന്ന പുസ്തകങ്ങൾ മാറട്ടെ, പ്രസംഗം കേൾക്കാൻ പോകുന്നത് എവിടെയെന്ന് അറിയട്ടെ. നമ്മുടെ സമയം നഷ്ടമാക്കരുത്. വീണ്ടും ഞാൻ അവിടെ വരും. നീ സമ്പന്നനാകേണ്ടതിന് നിന്റെ കണ്ണിൽ നിനക്ക് വിലയേറിയ പൊന്നും, നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് വെള്ള വസ്ത്രവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഞാൻ അക്ഷരീക വെള്ള വസ്ത്രത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവം എനിക്ക് തന്നതിനായി സ്തോത്രം. വേറെ ഒരാൾ പോലും ഇടണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആത്മീയ വസ്ത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തരം താഴുന്നതിൽ നിൽക്കാതെ, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലയോ, മീശ വടിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലയോ, മുടി വെട്ടിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലയോ. മോനെ, അതല്ലടാ പറഞ്ഞത്. അതെല്ലാം നഗ്നതയുള്ള വസ്ത്രങ്ങളാ. വെള്ള വസ്ത്രം ഒഴിച്ചാൽ വേറെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതെ വണ്ണം ധരിക്കേണ്ടതിന് നിനക്ക് വെള്ള വേണം. അതെന്നോട് വിലയ്ക്ക് വാങ്ങ്. വില മുടക്കാതെ ഇത് കിട്ടുന്നതല്ല, അതെന്നോട് വിലയ്ക്ക് വാങ്ങുക. എളുപ്പം പോകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ unwisely spend. യെശയ്യാവിന്റെ പുസ്തകം 55:1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വെള്ളമല്ലാത്തതിനും അപ്പമല്ലാത്തതിനും നിങ്ങളുടെ പ്രയത്നഫലം ചിലവിടുന്നത് എന്തിന്? നിങ്ങളുടെ പണം നശിപ്പിക്കുന്നത് എന്തിന്? അരുത്. ആകയാൽ നിങ്ങളുടെ പ്രയത്നഫലം വ്യർത്ഥമാക്കരുത്. ഞാൻ പോകുന്നത് കൊണ്ട് എന്ത് സാധിച്ചു? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 2 മാസിക വന്ന് എടുത്ത് വായിച്ചു, എന്ത് കാര്യം പുതുതായി മനസ്സിലായി? പുതുതൊന്നുമില്ല, പിന്നെ എന്തിന് അത്രയും 10 മിനിറ്റ് കൊന്നു? വേറൊന്നും ചെയ്യാനില്ലായിരുന്നോ 10 മിനിറ്റ്? ഞാനൊരു മാസിക വായിച്ചാൽ, ഒരു പുസ്തകം വായിച്ചാൽ, ഒരു മെസ്സേജ് കേട്ടാൽ തിരിഞ്ഞ് കണക്ക് കൂട്ടും എന്ത് കിട്ടി പുതുതായിട്ട്. ഇന്ന് ഞാനിത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇതിനു മുമ്പ് ആരും കേട്ടിട്ടില്ലാത്തത് എന്തെങ്കിലും സഭയ്ക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ 45 ലക്ഷം ജനത്തിൻ്റെ സമയം ഞാൻ രാവിലെ കൊല്ലുന്നത് എന്തിനാണെന്ന് ഈ ആശയം കിട്ടുന്നുണ്ടായിരിക്കും, അല്ലയോ? അതുകൊണ്ടാണ് അത്രയും പേര് ശ്രദ്ധിക്കാൻ വരുന്നതും. ആർക്കെങ്കിലും പുതുതായി കിട്ടാൻ ഇല്ലെങ്കിൽ എന്തിന് ഞാൻ അവരുടെ സമയം കൊല്ലണം? ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നവരെ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. ഞാൻ ഈ ഇരിക്കുന്നവരോടൊന്ന് ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചിലത് ഇന്ന് പകൽ കേൾക്കുന്നുവെന്ന് ഉറപ്പുള്ളവരുടെ കൈ ഒന്ന് കണ്ടോട്ടെ. ഞാൻ ഓൾമോസ്റ്റ് 10% കൈ കാണുന്നു. കൈ താത്തിട്ടാട്ടെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അപ്പമല്ലാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലം, വെള്ളമല്ലാത്തതിന് നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ദ്രവ്യം മുടക്കരുത്. കാര്യം നോടിവിൽ വഴിയറമ്പിൽ അകപ്പെടും. അത് വരാതിരിക്കുവാൻ ദൈവകൃപയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ശുശ്രൂഷകന്മാരെ, അപ്പമല്ലാത്തത് വിളമ്പരുത്, വെള്ളമല്ലാത്തത് കൊടുക്കരുത്. ജനത്തിൻ്റെ സമയത്തെ മാനിച്ചേ മതിയാകൂ. 2, അവർ നിത്യജീവന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് വെള്ളമില്ലാത്ത പൊട്ടമരവികളെ കുഴിച്ചുണ്ടാക്കി. കഴിഞ്ഞ ആഴ്ച ഞാൻ അർത്ഥം പറഞ്ഞു. വെള്ളം ഉൾക്കൊള്ളുവാൻ കഴിവില്ലാത്ത
ലീക്ക് ചെയ്യുന്നതായ വിള്ളലുള്ളതായ കുറെ ഭരണികളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കുറെ ടാങ്കികളെ കുറിച്ച് അവിടെ പറയുന്നത്. വിള്ളലുള്ള ടാങ്കികൾ അവർ പൊട്ടമരവികൾ കുഴിച്ചുണ്ടാക്കി അതിനകത്ത് നിറച്ചോണ്ട് അങ്ങോട്ട് പോയാലും, ഒരു കാത്തിരിപ്പ് യോഗമൊക്കെ കഴിഞ്ഞങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നിറഞ്ഞാ പോകുന്നത്. നോക്കിക്കോണം, 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞേച്ച് ഓരോരുത്തർ പോകുമ്പോൾ പറയും പാസ്റ്ററെ പോകാൻ തോന്നുന്നില്ല. ഈ നിറഞ്ഞിരിക്കുന്നവർ 2 ആഴ്ച കഴിയുമ്പോൾ തേണ്ട ചോർന്നിരിക്കുന്നത് കാണാം. എന്നാ പറ്റിയെന്നറിയാമോ? എങ്ങാണ്ടൊന്ന് പൊട്ടിപ്പോയി. അതാ കാരണം. പൊട്ടമരവികളെ കുഴിച്ചുണ്ടാക്കി. നോ, നമുക്ക് ദൈവത്തിങ്കിലേക്കൊന്ന് അടുത്തു വരാം. റിവേഴ്സ് ഓഫ് വാട്ടർ, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ആത്മാവിൻ്റെ നദികളുണ്ട്, നമുക്ക് അവിടെ നിന്നാകാം. അവർ നിരാശരായി. പാറപ്പുറത്ത് വിതച്ചു. പാറപ്പുറത്ത് വിതച്ചവരാരും കൊയ്തിട്ടില്ലല്ലോ. നമ്മുടെ ചർച്ചിൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുമ്പോൾ നീണ്ട വർഷങ്ങളായി ഞാൻ എടുത്തു പറയാറുള്ള ഒന്നാണ്, ഡോക്യുമെൻ്ററിയുടെ ഒടുവിലായി ഇന്നും കാണാം, പാറപ്പുറത്ത് വിതച്ചവരാരും കൊയ്തിട്ടില്ല. ഞാൻ ഒരുപാട് അധ്വാനിച്ചു. 25 കൊല്ലം കർത്താവിൻ്റെ വേലയിലായിരുന്നു. 30 കൊല്ലം പ്രസംഗിക്കാൻ പോയി. എത്ര സഭയുണ്ടായി? സഭയോ? എല്ലാവരുടെയും ശുശ്രൂഷ ഒരുപോലൊന്നും അല്ല. ചൊവ്വ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ആവശ്യപ്പെടുന്നേ. പാറപ്പുറത്ത് വിതച്ചവൻ കൊയ്തിട്ടില്ല. അത് നഷ്ടമായിട്ടേ ഉള്ളൂ. പ്രയോജനമില്ലാത്തതിന് സമയം കളഞ്ഞു, ഫലമില്ലാത്തത് ചെയ്തു, നിരാശനായി. വേദപുസ്തകം പറയുന്ന അതിഭയങ്കരമായ രൂപമാ. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടെ എത്തി. ഞങ്ങൾ നോവ് കെട്ടി നൊമ്പരപ്പെട്ട് പ്രസവിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് കരുതിയിരുന്നു. വെളിയിൽ വന്നതോ കാറ്റ. നോവ് കെട്ടി നൊമ്പരപ്പെട്ടു എന്നുള്ള ആശയം ഭയങ്കരമാ. നോവ് കെട്ടുന്ന സ്ത്രീയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. 70 വയസ്സായി എനിക്ക്. ഒരു വേദന ഇങ്ങോട്ട് വന്നു, പിന്നെയും അങ്ങ് കുറഞ്ഞു, പിന്നെയും വേദന കൂടി, പിന്നെയും കുറഞ്ഞു, പിന്നെയും വേദന കൂടി. ഇങ്ങനെ ഓരോ പ്രാവശ്യവും വേദന കൂടുകയും പിന്നൊരു സ്വസ്ഥത ഇടയ്ക്കുണ്ടാകുകയും. പക്ഷെ ഓരോ പ്രാവശ്യവും വേദന വരുമ്പോൾ കൂടുതലായിരിക്കും വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഒടുവിൽ ഒരു ശിശു ജനിക്കുന്നതുവരെ സഭ എത്രയോ പ്രാവശ്യം നോവ് കെട്ടി. ഇന്നൊരു ഉണർവ് നടക്കുക. ഈ ആണ്ടിൽ സഭയ്ക്ക് കല്ലിടുക. നേരമാകുമ്പോൾ എന്തോ ഒരു തകരാറ്. പിന്നെയും ചിന്താഗതി കൂടി, തൻ്റെ പ്രത്യാശ കൂടി. ഇപ്പം നടക്കാൻ പോകുക, ഒരു ഉണർവ് നടക്കാൻ പോകുകയാ. നടന്നില്ല. കർത്താവേ, ഞങ്ങൾ വേദനപ്പെട്ടു, ഞങ്ങൾ നോവ് കെട്ടി. പല വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്രസവിച്ചു. സാധാരണ ഒരു അമ്മ പ്രസവിച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ഓമന മുഖത്ത് നോക്കും. പക്ഷെ ഞങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാറ്റേ ഉള്ളായിരുന്നു, ഇതിനകത്ത് കുഞ്ഞില്ലായിരുന്നു. ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും ഒന്നും കിട്ടാതെ പോയ സംഭവങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലേ? അയ്യോ, ഞങ്ങൾ കാറ്റ് വിതച്ചു, ഞങ്ങൾ കാറ്റിനെയാണ് പ്രസവിച്ചത്, ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാതെ പോയി. ഇന്ന് നടക്കും, നാളെ നടക്കുമെന്ന് കരുതിയതൊക്കെയും അങ്ങനെ അങ്ങ് നഷ്ടമായി പോയി. ഞങ്ങൾ നിരാശയിലായി. അവനാണ് വഴിയറമ്പിൽ കിടക്കുന്നത്, നിരാശയിലായി. ഇനി വേറൊരു കൂട്ടരെ കുറിച്ച്, അവർ ചോദിച്ചതൊക്കെയും ദൈവം അവർക്ക് കൊടുത്തു. പക്ഷേ അതോടുകൂടെ അവരുടെ ആത്മാവിലേക്ക്, അവരുടെ പ്രാണനിലേക്ക് ക്ഷയമയച്ചു. സങ്കീർത്തനങ്ങൾ 106:15-16. അവർ ചോദിച്ചതെല്ലാം കൊടുത്തു. നെയിം ആൻഡ് ക്ലെയിം. എനിക്ക് വേണ്ടത് വലിയ വീട്, ചോദ്യര് വലിയ വീട്. പിന്നെ എനിക്ക് വേണ്ടത് ഇവന്റെ കാറാ, അതെ തൊട്ടുപറ, എനിക്ക് വന്നിരിക്കും. അവൻ ചോദിച്ചത് മുഴുവനും കൊടുത്തു. കൂട്ടത്തിൽ പ്രാണനിൽ ക്ഷയമയച്ചു. ദൈവത്തിന് ഹിതകരമല്ലാത്തത് കയറി ചോദിച്ച് വാങ്ങി പിടിപ്പിച്ചാൽ മറക്കരുത്, പ്രാണനിൽ ക്ഷയമയക്കും. അവർ നിരാശരായി. ഒടുവിൽ അവർ മോശയോട് എതിർത്തു നിന്നു. സങ്കീർത്തനങ്ങൾ 106 കാര്യങ്ങൾ മറക്കരുത്. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചി, അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം, ചോദിക്കാത്ത ഇടത്ത് മന്ന, ഇതെല്ലാം കൊടുത്തു പോഷിപ്പിച്ച ശേഷം അവസാനം അവർ അഹരോനും മോശയ്ക്കുമെതിരെ എഴുന്നേറ്റു. ചോദിച്ചത് മുഴുവനും ദൈവം അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്കും അഹരോനും എതിരെ അവർ എഴുന്നേറ്റു. യവന്മാർ മാത്രമേ ഉള്ള ആത്മീയർ. ചോദിച്ചതെല്ലാം ലഭിച്ച് പ്രാണനിൽ ക്ഷയം വന്നു കഴിഞ്ഞാൽ മറക്കരുത്, അടുത്ത പടി ആത്മീക നേതൃത്വത്തോട് എതിർക്കുകയാണ്. സ്പിരിച്വൽ സിൻ, ആത്മീക പാപങ്ങളിലേക്ക് അവരകപ്പെട്ടു. ഒടുവിൽ തണ്ടവനെ കുറിച്ച് യേശു പറഞ്ഞു, താണ്ട കിടക്കുന്നു വഴിയറമ്പിൽ അർത്ഥപ്രാണൻ. അർത്ഥപ്രാണനായി വഴിയറമ്പിലെത്തി. ആരാധിക്കാൻ പോയാൽ യാതൊരു ഉത്സാഹവുമില്ല. എല്ലാ ആഴ്ച സഭായോഗത്തിന് പോകത്തില്ല. വല്ലപ്പോഴും ഒരിക്കൽ ഒക്കുമ്പം പോയാലായി. സ്തോത്രകാഴ്ച പാത്രത്തിൽ കൈ നീളത്തില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യണമെന്ന ആശയുകൊണ്ട് നടക്കത്തില്ല. തകർന്നവനായി വഴിയറമ്പിൽ വന്ന് കിടക്കയാ. ആകയാൽ യേശു പറഞ്ഞു, ഒരുപാട് എണ്ണത്തെ നിങ്ങൾ കാണുമെങ്കിൽ സൂക്ഷിച്ച്
മനസ്സിലാകുന്നുണ്ട് അല്ലയോ? ടേക്ക് ഹീഡ് ദാറ്റ് നോ മാൻ ഡിസീവ് യു. ആരും നിങ്ങളെ ചതിച്ചു കളയരുത്. ചതിയന്മാരുടെ ഒരു വൻ സമൂഹം, കള്ളന്മാരുടെ ഒരു വലിയ കൂട്ടം. ഇതിൻ്റെ നടുവിൽ അവിടെ നിന്ന് ഉദ്ധരിക്കേണ്ടതിനാണ് യേശു ഇറങ്ങി വന്നത്. ഞാൻ മുന്നോട്ടങ്ങ് പൊയ്ക്കോട്ടെ. ഗിലെയാദിൽ ചെന്ന് സുഗന്ധതൈലം വാങ്ങിക്കാം. യെരമ്യാവ് 46 പൊതുവെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗിലെയാദിലേക്ക് പോ, വഴിയറമ്പിൽ കണ്ടത് വാങ്ങിക്കരുത്. ആരാധനയ്ക്ക് ഇത്രയും ദൂരം. എൻ്റെ ദൈവമേ, പ്രായോഗികമായി ഇത് തൊട്ട് പൊയ്ക്കോട്ടെ. ഒരു കാലത്ത് ലോകത്തിൻ്റെ പുറകെ ഓടിയവർ പലരും. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു. നേരെ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വെച്ചാൽ നിങ്ങൾ ആരാ, എവിടുന്ന, എന്തോ? ഞാൻ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം. എൻ്റെ മകൻ ഇന്ന രോഗമാണെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം. എവിടെ ആരാധനയ്ക്ക് പോകുന്നത്? പാസ്റ്ററെ പറഞ്ഞിട്ട് കാര്യമില്ല. കടം കയറി നശിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ നാട്ടുകാരറിയാതെ ഒളിച്ചോടി ബാംഗ്ലൂരിൽ വന്ന് ഒരഭയം തേടി. അവിടുന്ന് ആരും അറിയാതെ നിങ്ങളുടെ ചർച്ച് വന്ന് പ്രാർത്ഥിച്ച് ദൈവം ഇന്ന് എൻ്റെ സ്ഥിതി മാറ്റി. എനിക്ക് മോൻ ജനിച്ചു, അവന് 16 വയസ്സായി. പക്ഷെ എൻ്റെ സ്ഥിതി മാറിയതിനെ തുടർന്ന് ചർച്ചിലോട്ട് വന്നിട്ടില്ല. ഇപ്പത്തേണ്ടവൻ തീരാൻ പോകാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ മോൻ്റെ കയ്യിലോട്ട് കൊടുക്കട്ടെ? ഞാൻ പറഞ്ഞു നിശ്ചയമായും കൊടുക്കരുത്. ഇന്ന് വന്നിട്ടുണ്ടാവണം, വരാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. വന്ന് കാണുമെന്ന് കരുതുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ദൈവത്തെ വേണ്ട ഒരു കാലഘട്ടത്തിൽ ദൈവത്തോടുകൂടെ നടന്നു. പക്ഷേ ഗിലെയാദിലേക്ക് പോകാതെ കണ്ട വഴിയറമ്പിൽ നിന്ന് തൈലം വാങ്ങാൻ പോയി. നീ എന്തിനാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടം വരെ പോകുന്നത്? അതിനേക്കാൾ അടുത്ത് പള്ളിയില്ലേ? നിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമല്ലോ. എന്തിനാടാ ഗിലെയാദ് വരെ പോകുന്നത്? അയ്യോ, ദ്രവ്യമല്ലാത്തതിന്, അപ്പമല്ലാത്തതിന്, വെള്ളമല്ലാത്തതിന് പ്രയത്നഫലം ചിലവഴിച്ച് നശിച്ചു പോയ ഒരു സാഹചര്യത്തിൽ ഗിലെയാദിൽ തന്നെ പോ. അവിടെ തൈലമുണ്ട്. ഗിലെയാദിലെ സുഗന്ധ തൈലമെന്നും ഗിലെയാദിലെ വൈദ്യനെന്നും 2 പദപ്രയോഗങ്ങൾ തിരുവചനത്തിലുണ്ട്. അത് യേശുവിനെ കുറിച്ചും തന്റെ സൗഖ്യദായക ശക്തിയെ കുറിച്ചും രക്ഷണ്യ ശക്തിയെ കുറിച്ചുമാ. ഇന്ന് പകൽ ഗിലെയാദിൽ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് പൊറുക്കാത്തതെന്ത്? പൊറുക്കാത്തതിന്റെ കാരണം ഗിലെയാദിലേക്ക് പോകാത്തതാ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് മറ്റൊരു തികഞ്ഞ ആത്മീക ശുശ്രൂഷയിൽ തിരുവചന വിഹിതപ്രകാരം പോകാത്ത ഇടങ്ങളിൽ പോകുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദയവായി അങ്ങനെ ഒരിടത്തേക്ക് ഓടിക്കയറൂ. കാലം തീരാറായി. യേശുവിന് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാനുണ്ട്. ഗിലെയാദിൽ വൈദ്യനുണ്ട്. ഗിലെയാദിൽ സുഗന്ധതൈലമുണ്ട്. ഇന്ന് പകലിൽ ഞാനിത് വിളിച്ചു പറയട്ടെ, അല്പം കൂടെ വേഗത്തിൽ പോകട്ടെ. ഗിലെയാദിലെ സുഗന്ധതൈലത്തിന്റെ ഉറവിടം കുത്തേറ്റ മാർവിടമാണ്. ഈ മാർവിടത്തിലേക്ക് ഒരു കുത്തുകുത്തിക്കോളാൻ റോമൻ പടയാളിക്ക് അനുവാദം കൊടുത്തുകൊണ്ട് കാൽവരിയിൽ കൈകാലികൾ വിരിച്ചുകൊണ്ട് കിടന്നവനായ യേശു ഉണ്ടല്ലോ, ആ കുത്തേറ്റ ചങ്കിൽ നിന്ന് ഉത്ഭവിച്ചൊരു മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗം. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ആ ശമരിയക്കാരനെ, ആ വ്യക്തിത്വത്തെയാണ് യേശു പറയുന്നത്. ഒരു ശമരിയക്കാരനോ? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന അനേകരുണ്ട്. അവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മളെ ഒക്കെ ഓരോ ശമരിയക്കാരാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആദ്യമേ ഒരു മനുഷ്യൻ ആരും ആകാം, നമ്മുടെയും കൂടെ കാര്യം ചേർത്താ. ഇവിടെ പറയുന്നു ഒരു ശമരിയക്കാരൻ പേരില്ല, കാര്യം നമ്മുടെയും കൂടെ കാര്യം ചേർത്താ. യേശു ചെയ്തതുപോലെ ഒന്ന് ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. എൻ്റെ കർത്താവായ യേശു കാൽവറിയിൽ കഷ്ടമനുഭവിച്ചു പിടഞ്ഞു മരിക്കുമ്പോൾ താഴെ നിന്ന് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലല്ലോ. യേശു വന്ന് തന്നെത്താൻ രക്ഷിക്കേണ്ടതിനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ, മറ്റുള്ളവരെ നന്നാക്കേണ്ടതിന് വന്നവനാണ് യേശു. സ്വയം നന്നാകാൻ ഇറങ്ങി വന്നതല്ല. യേശു മാത്രമേ ഈ പ്രശ്നം അനുഭവിച്ചിട്ടുള്ളൂ? നോ. നമുക്ക് പൗലോസ് അപ്പോസ്തലനോടൊന്ന് ചോദിക്കാം. അദ്ദേഹത്തിന് ഒരു വാചകം പല നാളുകൾക്ക് മുൻപ് എന്നോട് ഇടപെട്ടത്. കഴിഞ്ഞ ഈ വെളുപ്പിനെ ദൈവാത്മാവ് വീണ്ടും എന്നോട് ഇടപെട്ടു. ശ്രദ്ധിച്ച് കേട്ടോണേ. പല നാളുകൾക്ക് മുന്നമേ, മേ ബി ഒരു 15 വർഷത്തിന് മുമ്പേ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു വാക്യം ഇന്ന് വെളുപ്പിനെ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തന്നു. അതിങ്ങനെയാണ്: ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ കുറവായുള്ളത് തൻ്റെ സഭയാം ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി, തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കേണ്ടതിന് ഞാൻ എൻ്റെ മർത്യ ശരീരത്തിൽ ആ കഷ്ടം ഏറ്റെടുക്കുന്നു. എന്തുവാ ഇത്? പൗലോസിനെ കുറിച്ച് വളരെ മാന്യമായി പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെയുമായി സ്തോത്രം. പൗലോസിനെ മാതൃകാ പുരുഷനാക്കി വെക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെയായി സ്തോത്രം. പക്ഷെ ഈ അനുഭവത്തിലേക്ക് കയറാൻ സാധിക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. പൗലോസ് കൈകൊണ്ട് കൂടാരപ്പണി ചെയ്തുകൊണ്ട് സ്വന്തം ഉപജീവനത്തിനുള്ളത് ഉണ്ടാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വേല ഫ്രീ ആയി ചെയ്തു. പ്രോസ്പെരിറ്റിയിൽ പോയിട്ടില്ലെന്ന് പറയുന്നവരുണ്ട്. വളരെ നല്ല കാര്യം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈകൊണ്ട് മെയ് ചൊറിയാത്തവനും ജീവിതത്തിൽ ഒരു പണിക്കും പോകാത്തവനുമാണ് കൂടാരപ്പണി ചെയ്ത പൗലോസിൻ്റെ കാര്യം. താനെന്തിനാടും ആ കാര്യം പറയുന്നത്?
അതാരണ്ട് ആത്മീയരുടെ കാര്യമല്ലേ? സകല ഇനം ലക്ഷറിയിലും ജീവിക്കുന്നവരാണ്, വലിയ വൻമാളികകളിൽ പാർക്കുന്നവരാണ്. പൗലോസ് ഗുഹയ്ക്കകത്ത് പാർത്താണ് ലേഖനം എഴുതുന്നതിന്. തനിക്കെന്നെ ഇതുമായി താങ്കൾക്ക് എന്ത് ബന്ധം? പൗലോസിനോട് ഞാൻ ഒരു പടി കൂടെ ചോദിക്കട്ടെ. പൗലോസേ, താങ്കൾക്ക് കഷ്ടതയെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? കഷ്ടതയെക്കുറിച്ചോ? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പോരാതെ വന്നത്, കുറവായത്, അതും കൂടെ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി എൻ്റെ ശരീരത്തിൽ ആ കഷ്ടം കൂടെ പൂരിപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവസഭയെ സേവിക്കയാ. കഷ്ടത എന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ചില ശമര്യക്കാരെ കർത്താവ് ഇതിനകത്തൊന്ന് എഴുന്നേൽപ്പിക്കട്ടെ. ഒരു ശമര്യക്കാരനോ കഴിഞ്ഞ ആഴ്ചയിൽ സൗഖ്യമാക്കുന്ന ശമര്യക്കാരനെ കുറിച്ച് ഞാൻ തൊട്ടു. ഈ ആഴ്ച പലരെ സൗഖ്യത്തിന് വേണ്ടി കർത്താവ് വിളിക്കുന്നു. അതേസമയം ശമര്യക്കാരാകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. അടുത്ത 15 മിനിറ്റ് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് പോകട്ടെ. എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ കെട്ടി. ഈ വൈദ്യൻ്റെ അല്ലെങ്കിൽ ഈ ശമര്യക്കാരൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചില പ്രത്യേകതകളുണ്ട്, പല സ്റ്റെപ്പുകൾ, പല പടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതിന് ഡോക്ടേഴ്സാണ് പറയേണ്ടത് സ്റ്റെപ്പ് നമ്പർ 1, 2, 3. ആദ്യത്തെ ദിവസം ആശുപത്രി വരണം, രണ്ടാമത്തെ ദിവസം ആ ചെക്കപ്പ്, പിന്നെ മൂന്നാമത്തെ ദിവസം ഈ ചെക്കപ്പ്. ഇത് പറയുന്ന അവരാ. എനിക്ക് കയറി പറയാനൊക്കത്തില്ല, പാസ്റ്ററെ ഞാനൊരു ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊന്ന് പൊടിച്ച് എൻ്റെ അണ്ണാക്കിലോട്ട് ഇട്ടേക്കാൻ. നീ തരുന്ന ഗുളിക പൊടിച്ചു തരാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനാണ് ഡോക്ടറെങ്കിൽ ചികിത്സാ സമ്പ്രദായം എൻ്റേതാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഉദാഹരണം ഓർമ്മയുണ്ട്. ആയുർവേദ ഡോക്ടറുടെ അടുക്കൽ ചെന്നാൽ കയ്പുള്ള കഷായം തന്നെന്ന് വരും. ഹോമിയോ ഡോക്ടറുടെ അടുക്കൽ ചെന്നാൽ രുചിയുള്ള ഗുളിക തന്നെന്ന് വരും. വെച്ചു മാറാൻ പറയാൻ എനിക്ക് ഒക്കത്തില്ല. ആ വൈദ്യൻ്റേതാണ് ആ ചികിത്സാ സമ്പ്രദായം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഇരുന്നാട്ടെ പ്ലീസ്. ആ വൈദ്യൻ്റേതാണ് തൻ്റെ ചികിത്സാ സമ്പ്രദായം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്, തന്നെ പരിചയപ്പെടുത്തിക്കോളാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റേതായ ചികിത്സാ സമ്പ്രദായമുണ്ട്. യേശുവിൻ്റെ ചികിത്സാ സമ്പ്രദായം കം ക്ലോസ് ഓൺ കമ്പാഷൻ. അവനെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അരികെ ചെന്നു. മനസ്സലിഞ്ഞ് അരികെ വരിക, രണ്ടും രണ്ട് കാര്യമാണ്. എന്നോട് മനസ്സലിഞ്ഞതുകൊണ്ടാണ് യേശു എന്നെ സഹായിച്ചത്. എൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നിത്യതയിലെ ധനാഢ്യനായ ദൈവം, സമുദ്രത്തിലെ മുഴുവൻ മത്സ്യങ്ങളും തൻ്റെ സ്വന്തമായി കണ്ടവൻ, സകല നക്ഷത്രമണ്ഡലങ്ങളെയും സൃഷ്ടിച്ചവൻ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ പറഞ്ഞു, തിരുവചനത്തിൽ ഇങ്ങനെ ഒരു നല്ല വാക്യമുണ്ട്. കർത്താവിനെ സേവിച്ചവരോട് യേശു ഒരിക്കൽ പറയുന്നൊരു വാചകം, നീ വിശ്വസ്തനായിരുന്നു 10 പട്ടണത്തിന് അധിപനായിരിക്കുക, നീ വിശ്വസ്തനായിരുന്ന 5 പട്ടണത്തിന് അധിപനായിരിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ഓർത്ത്, ആദാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് എടുത്താൽ വിശുദ്ധിയിലും ഭക്തിയിലും ദൈവകൃപ സൂക്ഷിച്ചവർക്കെല്ലാം 10 പട്ടണങ്ങൾ വീതം കൊടുക്കണമെങ്കിൽ കോടി കോടി വിശുദ്ധന്മാർ കാണത്തില്ലേ? അവർക്ക് 10 പട്ടണങ്ങൾ വീതം കൊടുക്കണമെങ്കിൽ ഇത്രയും പട്ടണം ഇവിടെ കിട്ടുമെന്ന്. അപ്പോഴാണ് ഒരു ദൈവദാസന്റെ മെസ്സേജ് കേൾക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ മാത്രം പറഞ്ഞു, ഒരു ഹബിൾ സ്കോപ്പിനകത്തൂടെ, ഒരു ക്വാർട്ടർ വട്ടത്തിൽ, ഒരു 4 വട്ടത്തിൽ ഒരു സ്ഥലമാണ് കാണുന്നത്. അതിനകത്തൂടെ അങ്ങോട്ട് നോക്കിയാൽ എണ്ണിത്തീരാത്ത നക്ഷത്ര മണ്ഡലങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ, മണ്ഡലങ്ങളെ ഇങ്ങോട്ട് എടുത്താൽ ആദാമിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ച സകല മനുഷ്യർക്കും, ആത്മീയർക്ക് തന്നെയൊന്നുമല്ല, സകല മനുഷ്യർക്കും ഒരു 10 നക്ഷത്ര മണ്ഡലങ്ങൾ വീതം കൊടുക്കുവാൻ സ്വത്തുള്ളവനായി പറയുന്നതെന്ന്. സ്തോത്രം. ഒരു 10 നക്ഷത്രം, ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറഞ്ഞാൽ 30,000 കോടി 40,000 കോടി നക്ഷത്രങ്ങളും അതിന് വേണ്ട സകലതും കൂടെ. ആ നിത്യതയിലെ ധനികന് എൻ്റെ ഒന്നും മോഹിച്ചിട്ടല്ല അടുത്തു വരുന്നത്. താൻ അടുത്തു വരുന്നത് എന്നോട് കരുണ തോന്നിയിട്ട. കളിപ്പിക്കുന്ന കള്ളന്മാർ അച്ചാച്ച അമ്മാമ്മയെന്നും വിളിച്ചു വരുന്നത് അവനവൻ്റെ സ്വന്തം വഴിക്ക് തിരിയുവാനും അവനവൻ്റെ ലാഭത്തിനും വേണ്ടിയാണെങ്കിൽ യേശു വരുന്ന ബിക്കോസ് ഓഫ് കമ്പാഷൻ. തനിക്ക് കമ്പാഷൻ തോന്നിയാൽ അകലെ നിന്ന് പ്രസംഗിക്കത്തില്ല, അടുത്തു വന്ന് ഇടപെടാൻ തുടങ്ങും. ഇതുവരെയും യേശുവുമായി ഒരു വ്യക്തിപരമായ അടുപ്പം അനുഭവിക്കാൻ കഴിയാഞ്ഞവർ ഇവിടെ ഉണ്ടോ? നിങ്ങളോട് അടുത്തു വരുവാൻ എൻ്റെ യേശു ആഗ്രഹിക്കുന്നു. അടുത്തത്, എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ കെട്ടി. ഈ വൈദ്യന്റെ 2ാം പ്രത്യേകത, എണ്ണയും വീഞ്ഞും പകരാതെ മുറിവ് കെട്ടത്തില്ല. മുറിവ് കെട്ടാനാണ് വരുന്നത്. കാര്യം, മുറിവേറ്റാണ് ഇവൻ കിടക്കുന്നത്. എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരവുമായിട്ടാണ് വരുന്നത്. പഴയ മലയാളത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടന് മുറിഞ്ഞതിന് കൊമരന് താര കോരിയിട്ട് കാര്യമില്ലെന്ന്. അത് ഞങ്ങളുടെ പഴയ മലയാളമാണ്. ഇപ്പോൾ അറിയാൻ വയ്യാത്തവർക്കൊന്ന് പറഞ്ഞു തരാം. കണ്ടൻ എന്ന് പറയുന്ന അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ പേരാ, കൊമരൻ എന്ന് പറയുന്ന വേറൊരു മനുഷ്യൻ്റെയും പേരാ. രണ്ടും അത്ര നല്ല പേരൊന്നുമല്ല. കണ്ടൻ ഒരു മുറിവുണ്ടായി, അതിന് ചികിത്സിക്കണം. മുറിവിൻ്റെ ചികിത്സ വെച്ച് കെട്ടുക, ധാര കോരുകയല്ല.
വേറെ ചില രോഗങ്ങൾ, വാതരോഗം പോലുള്ള ചില രോഗങ്ങൾ വരുന്നവനും പിന്നെ വേറെ ചിലതിനും ധാര കോരുന്ന പതിവുണ്ട്. കണ്ടനൊരു മുറിവുണ്ടായി, അതിൻ്റെ ചികിത്സ വെച്ച് കെട്ടുക ധാര കോരുകയല്ല. കൊമരനങ്ങ് ധാര കോരിയാലോ? മുറിവേറ്റത് കണ്ടനാ, അപ്പുറത്തിട്ട് കൊമരന് ധാര കോരുക. എൻ്റെ പ്രശ്നം ഏതെന്നറിഞ്ഞ് അതിന് ചികിത്സിക്കുന്നവനാണ് യേശു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടല്ലേ? ഞാൻ മഹാപാപം ചെയ്ത ശേഷം എൻ്റെ ജീവിതം സൂക്ഷിക്കുവാൻ കഴിയാതെ തകർന്നു കിടക്കുന്ന എൻ്റെ കുത്തറ്റ മനസാക്ഷിയുമായി ചെല്ലുമ്പോൾ ഒരു കുഴപ്പവുമില്ല. യേശു മരിച്ചു എന്നല്ല എനിക്ക് കേൾക്കേണ്ടത്, എങ്ങനെ എൻ്റെ പാപം പരിഹരിക്കപ്പെടും, എൻ്റെ ജീവിതത്തിനൊരു വിടുതൽ എങ്ങനെ ഉണ്ടാകും, ഞാൻ നിന്നെ വളർത്തുമെന്നല്ല എനിക്ക് കേൾക്കേണ്ടത്, എങ്ങനെ വളരണമെന്നാണ് എനിക്കറിയേണ്ടത്. അവൻ്റെ മെതേഡ് മുറിവ് കെട്ടുകയാണ്. പക്ഷെ മുറിവ് കെട്ടണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ നിർബന്ധമാണ്. ഒന്ന് എണ്ണ, രണ്ട് വീഞ്ഞ്. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്ത അളവുകളാണ്. എണ്ണയും വീഞ്ഞും പകർന്ന്. 3 റിലേഷൻ ആൻഡ് എൻകൗണ്ടേഴ്സ്. വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുള്ളവർക്ക് അവനെ പൊക്കി തൻ്റെ വാഹനത്തിൽ കയറ്റി ഒരടുത്ത റിലേഷൻ, പേഴ്സണലായ ഒരു എൻകൗണ്ടർ, അടുത്ത ഒരു ബന്ധം. ടേക്ക് അവേ ഓർ സെപ്പറേറ്റ്. അവനെ ആ കിടന്നിടത്തു അങ്ങ് പൊക്കി അങ്ങ് മാറ്റി അവനെ ഒരു വഴി അമ്പലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി. മിനിസ്റ്റർ ഹിം, അവനെ രക്ഷ ചെയ്തു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. അവന് രക്ഷ ചെയ്തു എന്നുള്ള വാക്കിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അവനെ രക്ഷിച്ചെടുത്തു, അവനെ വസ്ത്രം ധരിപ്പിച്ചു, അവൻ്റെ മേൽ എണ്ണ പകർന്നു, അവനിലുണ്ടായിരുന്ന പാപങ്ങൾ ക്ഷമിച്ചു. ഇന്ന് പകൽക്കാലം സൗജന്യമായി ക്ഷമ ലഭിക്കേണ്ടതിന് ഈ യേശുവിനോട് അടുത്തുവാ. അത് ഇന്ന് പകൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. മേക്ക് ഹിം എ ന്യൂ മാൻ. അവനെ ഒരു പുതിയ മനുഷ്യനായി. മുടിയമ്പുത്രനോടൊന്ന് ചോദിച്ചേ, ആദ്യത്തെ കൽപ്പന അവന് മേൽത്തരമായ ഒരു അങ്കി കൊട് എന്ന് പറഞ്ഞാൽ ആ മുഷിഞ്ഞത് അവങ്കിൽ നിന്ന് വാങ്ങിച്ചു കളഞ്ഞേച്ച് അയ്യോ നമുക്ക് മുടിയമ്പുത്രനെ നിർത്താം. ഇപ്പുറത്തെ മഹാപുരോഹിതനോട് ചോദിക്കാം. സെഖരിയാവിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ യോശുവ എന്ന മഹാപുരോഹിതനോട് ചോദിക്കാം. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു നിന്നപ്പോൾ യഹോവയുടെ അരുളപ്പാട്, വേണ്ട മോനെ നടപ്പില്ല, മുഷിഞ്ഞ വസ്ത്രം മാറ്, എൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ യു നീഡ് എ റൈമെന്റ്. അതിൽ താഴെ യാതൊന്നും കൊണ്ടും ആകത്തില്ല. മേക്ക് എ ന്യൂ മാൻ ആൻഡ് ഹാൻഡ് ഓവർ ടു ദ ചർച്ച്. അവിടെ വരെ എങ്ങനെങ്കിലും ഞാൻ ഒപ്പിക്കാൻ നോക്കട്ടെ, 10 മിനിറ്റൂടെ കാണും. അവനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ട് എത്തിച്ചു. ഹാൻഡ് ഓവർ ഹിം ടു ദ ചർച്ച് ടു മേക്ക് ഹിം അനദർ പെർഫെക്റ്റ് മാൻ. അവനെ തികവിലേക്ക് നടത്തേണ്ടതിന്, തുടർന്ന് ശുശ്രൂഷിക്കേണ്ടതിന് ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു. ആ വഴിയമ്പലക്കാരൻ്റെ കയ്യിൽ 2 വെള്ളി നാണയങ്ങൾ കൊടുത്തു. ഇതുകൊണ്ട് ഇവനെ ശുശ്രൂഷ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് യെശയ്യാവ് 1:6 വരുമ്പോൾ അടിമുടി മൊത്തം മുറിഞ്ഞു കിടക്കുന്നവനെ, പഴുത്ത വ്രണങ്ങളുള്ളവനെ, ഇത് ഞെക്കി കെട്ടിയിട്ടില്ല, ഇതിന് എണ്ണ പൂശി ശമിപ്പിച്ചിട്ടില്ല, ഇവനെയാണ് കർത്താവിന് നന്നാക്കി എടുക്കുവാനുള്ളത്. അവനെ എണ്ണതെ പുരട്ടി സൗഖ്യമാക്കേണ്ടതിന് ഞെക്കി കഴുകുകയാണ് അവൻ്റെ ട്രീറ്റ്മെന്റ്. എണ്ണയും വീഞ്ഞും എത്ര ഒക്കുമെന്ന് ഞാൻ നോക്കട്ടെ. എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ കെട്ടി. ഈ വൈദ്യൻ്റെ അടുക്ക വന്നു പോയാൽ ഈ 2 അനുഭവം ഇല്ലാതെ വിടുകയില്ല. എണ്ണയും വീഞ്ഞും. എണ്ണ എന്തിനെയൊക്കെയാണ് കാണിക്കുന്നത്? ദ ഓയിൽ ആൻഡ് ദ വൈൻ, ദ ഹോളി സ്പിരിറ്റ് ലെവൽ 1. എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ 1ാമത്തെ ആ ടച്ചിങ് പോയിന്റാണ്. ഒരുവന് പാപബോധം ഉണ്ടാകുന്നത് മുതൽ, യേശുവിനെ ദൈവം എന്ന് ഏറ്റുപറയുന്നത് മുതൽ, അന്യഭാഷ സംസാരിക്കുന്നത് വരെയുള്ള പ്രാരംഭ പടികളെ, ദ ബേസിക് ലെസൺ, ദ ബേസിക് ക്ലാസസ്, അതിനെ ഒരുമിച്ച് എണ്ണ എന്ന് തിരുവചനത്തിൽ കാണാം. അത്രത്തിനെ ഒരുമിച്ച് ചേർത്ത് എണ്ണ എന്ന് തിരുവചനത്തിൽ കാണാം. ഒരളവിൽ ഭൗതിക ശുശ്രൂഷകൾ ചെയ്യേണ്ടതിനുള്ള അധികാരം വരെ, അതായിരുന്നു പുരോഹിതന്, അതായിരുന്നു രാജാവിന്. അവിടം വരെ എണ്ണ കൊണ്ടുള്ള അഭിഷേകമാണ്. എണ്ണ കൊണ്ടുള്ള അഭിഷേകം. യെശയ്യാവിൻ്റെ പുസ്തകം 1:6 മുറിവ് കെട്ടണമെങ്കിൽ ഈ എണ്ണ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി പുറപ്പാട് 25:6 വരുമ്പോൾ എണ്ണ ആരാധനയുടെ സൗരഭ്യത്തെ കാണിക്കുന്നതാ. ആരാധന ബോറടിക്കുന്നതല്ല, നിർബന്ധിച്ചതിന് വന്നിരിക്കുന്നതല്ല, കെട്ടും പറിച്ചോടിയാണ് ഞങ്ങളൊക്കെ ദൈവകൃപയിൽ വന്നത്. കാര്യം ആരാധനയുടെ സൗരഭ്യം, ദ ബ്യൂട്ടി ആൻഡ് ദി അരോമ, അതിനകത്തൊരു ദൈവിക സൗന്ദര്യമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്, ദ വെരി സ്വീറ്റ് സ്മെൽ. അത് വേണം ആരാധനയ്ക്ക് ഉപയോഗിക്കുവാൻ. എന്നാൽ വൈനതല്ല, വീഞ്ഞതല്ല. പെന്തക്കോസ്ത് നാളിലാണ് വീഞ്ഞിൻ്റെ അനുഭവം തുടങ്ങുന്നത്. പഴയ നിയമത്തിൽ തന്നെ കാണാം. സങ്കീർത്തനങ്ങൾ 23:5 നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, 2-ാം പടി എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു.
എണ്ണയെയും പാനപാത്രത്തെയും അഥവാ വീഞ്ഞിനെയും രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഭാഗമാണ് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ 23:5 വാക്യം. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു, ഓടിക്കോട്ടെ, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുകയാണ്. ഇതിനകത്ത് ഒരല്പം വീഞ്ഞു കുടിച്ചെന്നല്ല, നിറഞ്ഞു കവിയുന്ന ഒന്ന്. എത്രയാലും തൃപ്തിയാകത്തില്ല. പിന്നെയും ഉണ്ട് അടുത്ത പടി, പിന്നെയും ഉണ്ട് അടുത്ത പടി. ഡോക്ടർ PG വർഗീസ് അവർ കഴിഞ്ഞ രാത്രിയിലും എന്നെ വിളിച്ചിരുന്നില്ല, പകലും വിളിച്ചിരുന്നു. അത് യോനിഷനായി സ്തോത്രം. എനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ച. ഓക്കെ, അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നുവെന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ കപ്പും സോസറും ഉപയോഗിച്ച് ചായ കുടിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരിക്കലും കപ്പിൽ നിന്ന് കുടിക്കാനൊക്കത്തില്ല, ഇത് നിറഞ്ഞ് കവിയുക. അപ്പം ഞാൻ ഈ സോസറിൽ നിന്നാണ് കുടിക്കുന്നത്. ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കവിയാൻ തുടങ്ങും. പിന്നെ ഞാൻ ഈ സോസറിൽ നിന്നാണ് കുടിക്കുന്നത്, എനിക്കൊരിക്കലും കപ്പിൽ നിന്ന് കുടിക്കാനൊക്കത്തില്ല. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. എന്നിൽ വരുന്ന ആത്മീക അനുഭവങ്ങൾ ഇന്നലത്തേതുകൊണ്ട് തീരുകയില്ല. എന്നും ആത്മാവിൻ്റെ പുതുമ, എന്നും ആത്മാവിൻ്റെ പുതുമ. മൈ കപ്പ് ഈസ് ഓവർഫ്ലോയിങ്, ഓവർ റണ്ണേഴ്സ്. എൻ്റെ കപ്പ് അങ്ങനെ വരുവാൻ കഴിഞ്ഞ വർഷത്തെ അന്യഭാഷ പോരാ, കഴിഞ്ഞ വർഷത്തെ കൃപാവരം പോരാ. ഇന്ന് 14 ദിവസത്തെ ഉപവാസം ആരംഭിക്കുക. ചില കൃപാവരങ്ങളുമായി ഇന്നിരിക്കും. 14 ദിവസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പുതിയ കൃപാവരങ്ങൾ. ലോകത്തിന് ഇഷ്ടപ്പെടത്തില്ല, പിശാചിന് മഹാവൈരാഗ്യം കാണും. അവനോട് അവൻ്റെ പണി നോക്കാൻ പറ. പക്ഷെ ഞാൻ ഇരിക്കുന്നത് നിന്നെ കേൾക്കാനല്ല. ഐ വിൽ നോട്ട് ബി കൺഫ്യൂസ്ഡ്. എന്നെ കൺഫ്യൂസ് ചെയ്യാൻ വരുന്ന പരീക്ഷ യേശുവിന് പറവാനുള്ളത് നിറഞ്ഞു കവിയുന്ന പാനപാത്രം. അവൻ്റെ മേൽ എണ്ണ പകർന്ന് നിർത്തുകയില്ല. ഞാൻ അവൻ്റെ മേൽ വീഞ്ഞ് പകർന്നിരിക്കും. എണ്ണ പകർന്നു, വീഞ്ഞ്, ആത്മാവിൻ്റെ വലിയ അനുഭവങ്ങൾ. ഒടുവിൽ ഈ എണ്ണ പകരുന്നതിനകത്ത് എണ്ണ തിരിച്ചു വരട്ടെ. ദ ഷെപ്പേർഡ്സ് അനോയിന്റിങ് എന്ന് പറയുന്ന ഒരു കൊച്ചു പരിപാടിയുണ്ട്. സിസ്റ്റർ മേരി കോവൂരാണ് ആദ്യം ഇവിടെ പറഞ്ഞത്. പിന്നെ ചെക്ക് ചെയ്ത് വളരെ അക്യുറേറ്റ് ആണെന്ന് എനിക്ക് ബോധ്യമായി. ഒരു ഇടയൻ, അത് അന്നല്ല 23-ാം സങ്കീർത്തനം, ഇടയൻ ആടിൻ്റെ മേൽ വെക്കുന്ന എണ്ണയാ. ഈ ഒരാടിൻ്റെ മേൽ ഒരു ഇടയൻ എണ്ണ വെക്കുന്നതിൻ്റെ മൾട്ടിപ്പിൾ യൂസേജസ്. ഒന്ന്, അതിൻ്റെ തലയിലോട്ട് എണ്ണ വെക്കുന്ന ആ എണ്ണയ്ക്കകത്ത് ഒരു വാസനയുണ്ട്. ഒന്നല്ല, പല വാസനയുണ്ട്. അതിലെ ഒന്ന് ദുഷ്ടജീവികൾ അല്ലെങ്കിൽ കൃമി കീടങ്ങൾക്ക് മനസ്സിലാകുന്ന മണമാണ്. ഈ ആടിനൊരു സോക്കേടുണ്ട്. ഏത് കാട്ടിലും കയറി കണ്ട ഇലയെല്ലാം കടിച്ചു നോക്കും, കൊള്ളുകയിലെല്ലാം കളയും. ഏത് കാട്ടിൽ ചെന്നാലും കണ്ട ഇലയൊക്കെ കടിക്കും, മണത്തെങ്കിലും നോക്കും. ഈ മണപ്പിക്കാൻ ചെല്ലുന്ന പല ഇലയിലും കൊച്ചു കൃമികീടങ്ങൾ കാണും. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഇതിൻ്റെ മൂക്കിൽ കയറും. അങ്ങനെ ഞാൻ ഭൂതമറക്കാൻ ചെന്നാൽ, രോഗശാന്തിക്ക് ചെന്നാൽ, അതിൻ്റെ പുറകിലുള്ള പൈശാചിക വ്യാപാരം എന്നെ തിരിഞ്ഞു കടിക്കാൻ നിൽക്കും. അതാ ഒരുപാട് പേര് വരുന്ന റിയാക്ഷനായി പ്രാർത്ഥിച്ചിട്ടെന്ന്. അതെ, കാര്യം എന്നാണെന്നറിയാമോ? തലയിലെ എണ്ണയുടെ കുറവാ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഈ എണ്ണ പുരട്ടി ആട് ഒരു ഇലയുടെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ മണ്ടക്കിരിക്കുന്ന കൊച്ചു കൃമികൾ പറയും, രക്ഷപ്പെടണേൽ ഓടിക്കോ, ചത്തു വീഴുന്ന മണമാ വരുന്നത്. ഇന്ന് പകൽ ചിലതിനെ കൂടെ ഇടയൻ എണ്ണ പുരട്ടട്ടെ. നിങ്ങളും ഞാനും ശുശ്രൂഷിക്കാൻ പോകുകയാ. നിങ്ങളും ഞാനും കർത്താവിനെ സേവിക്കാൻ പോകുകയാ. എതിർത്ത് നിൽക്കുന്ന ശക്തികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവയെ അതിജീവിക്കുന്ന ഒരു എണ്ണ എൻ്റെ തലയിലുള്ളതിനായി സ്തോത്രം. വഴിയറമ്പിൽ കിടന്ന മോനെ, നിന്നെ പൊക്കിയെടുത്ത് വളർത്താൻ പോകുക. നാളെ നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരൊറ്റ ശക്തി നിനക്കെതിരെ നിൽക്കരുത്. 2, പകലിന്റെ ചൂടിൽ വെയിലടിച്ച് തലയ്ക്ക് ചൂടടിക്കാതിരിക്കാൻ ഇറ്റ് ഗീവ് ദ കൂളിംഗ് എഫക്ട്. തലയ്ക്ക് അതൊരു സ്വാന്തത കൊടുക്കും, തലയ്ക്ക് അതൊരു സമാധാനം കൊടുക്കും, തലയെ തണുപ്പിക്കും. നല്ല പുതിയ എണ്ണ എന്നെ തേപ്പിച്ചാൽ, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ, ഞാൻ ചെറുതിൻ്റെ മുമ്പിൽ, ചൂടിൻ്റെ മുമ്പിൽ ചൂളത്തില്ല, കർത്താവിന് വേണ്ടി നേരെ പോകും. ഒടുവിൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ഐഡന്റിഫൈയിങ് സ്മെൽ. ആടിൻ്റെ ദോഷം, തീറ്റി കാണുന്ന വഴിയെ എല്ലാം പോകും. ആരെങ്കിലും തീറ്റി ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ പുള്ളി വഴിതെറ്റി വല്ലാതെ അങ്ങ് പോകും. തീറ്റി ഇട്ടുകൊടുത്താൽ വഴിതെറ്റി വല്ലാതെ പോകും. ഈ ആടിനെ തിരിച്ചെങ്ങനെ കണ്ടുപിടിക്കും? ആടിനെ കൊണ്ടുപോകുന്ന ഇടയന്മാർ കുറെ പട്ടികളെ കൂടെ കൊണ്ടുപോകും, വാച്ച് ഡോഗ്സ്. ഈ പട്ടികളാണ് ഈ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഈ പട്ടി ഇതിനെ തിരിച്ചറിയുന്നത് ഈ മണം കൊണ്ടാണ്. ഓരോ ഇടയനും പുരട്ടുന്ന എണ്ണയിൽ ആ ഇടയൻ ചേർത്ത ഒരു മണമുണ്ട്. ബേഥേലിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഇതിൻ്റെ ഫ്ലേവറുണ്ട്.
അപ്പുറത്തെ സഭയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് അതിൻ്റെ ഫ്ലേവർ ഉണ്ട്. ഓരോ സഭകൾക്കും അതിൻ്റെ ഫ്ലേവർ ഇല്ലെങ്കിൽ ഇടയനെ ദൈവമാക്കിയതാണോ എന്ന് തിരക്കിക്കൂ. ഒരു ഫ്ലേവർ അതിനുണ്ട്. സഭയ്ക്ക് അതിൻ്റെ ഫ്ലേവർ ഉള്ളതിനായി സ്തോത്രം. അതുകൊണ്ടാണ് ഈ അസൂയ പ്രസ്ഥാനങ്ങൾ ആയിരക്കണക്കിന് എഴുന്നേറ്റ് അനാവശ്യം പറയുന്നത്. എന്നാൽ ആ ഫ്ലേവർ ഉള്ളവർക്കായി സ്തോത്രം. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. താങ്കളുടെ തലയ്ക്ക് അഭിഷേകം ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? എണ്ണ കൊണ്ടുള്ള അഭിഷേകം, ദ സ്പെഷ്യൽ അനോയിന്റിംഗ്. 2 വൈൻ, രണ്ടാമത്തേത് വീഞ്ഞാണ്. ഞാൻ എണ്ണ ഏറെക്കുറെ ഒന്ന് കവർ ചെയ്തു. രണ്ടാമത്തെ വീഞ്ഞ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഈ കേൾക്കുകയും കാണുകയും ചെയ്തത് ഇവർ പുതുവീഞ്ഞു കുടിച്ചവരെന്ന് തോന്നലുണ്ടായത്. എന്താ കാര്യമെന്നറിയാമോ? വീഞ്ഞിന്റെ അനുഭവങ്ങൾ കാണാൻ തുടങ്ങി. അതാ പെന്തക്കോസ്റ്റ്. കേവലം കേൾക്കാനുള്ളതല്ല പെന്തക്കോസ്, കേൾക്കുവാനും കാണുവാനും ഉള്ളതാ. പുതുവീഞ്ഞ് കുടിച്ച് ഇളകുന്നത് പോലെ ജനം വീഞ്ഞു കുടിച്ചെന്നതുപോലെ ഇളകുന്നതാണ്. മറക്കരുത്, എഫെസ് ലേഖനം 5:18, ഡു നോട്ട് ബി ഡ്രങ്കൻ വിത്ത് വൈൻ ദെയർ ഇൻ എക്സസ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നാൽ നിങ്ങൾ മത്തരാകണം. എങ്ങനെയാണെന്നറിയാമോ? ആത്മാവ് നിറഞ്ഞവരായി മത്തരാകണം. ആത്മാവ് നിറഞ്ഞവരായി മത്തരാകണം. ഇന്ന് ആത്മാവിൽ മത്തരാകുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആത്മലോകത്തോടൊരു കാര്യം പറയാം. നാം ആത്മാവ് കൊണ്ട് മത്തരാകുമ്പോൾ, വെളിപ്പാട് പുസ്തകം 17:2 വരുമ്പോൾ, തന്റെ സകലവിധ മ്ലേച്ഛതകൾ കൊണ്ടും മത്തുപിടിച്ചതിനെ കാണാം. വസ്ത്രധാരണത്തിലെ മ്ലേച്ഛത, ദുഷ്ചെലവുകളുടെ മ്ലേച്ഛത. മനസ്സിലാകുന്നുണ്ടോ? എനിക്കിന്ന് 70-ാമത്തെ ബർത്ത്ഡേ തികയുക. ബർത്ത്ഡേ കഴിഞ്ഞു. ഞാൻ 71-ലേക്ക് കയറി. എൻ്റെ ബർത്ത്ഡേക്ക് ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അത് ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചതായതുകൊണ്ട് വെച്ച സെലിബ്രേഷനാണ്. ഒരുപാട് പേര് എനിക്ക് വസ്ത്രം കൊണ്ടു തന്നു, പലത് കൊണ്ടു തന്നു. ഞാനൊരു ദൈവത്തെ ഓർത്തി വൃഥാ ചെലവിന് പോകാതെ ഞാൻ ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇടത്തുള്ളൂ, 2 ഇടത്തില്ല. ഇതൊരു നല്ല കാര്യത്തിന് മുടക്കാവുന്ന പണം എന്തുകൊണ്ട് ഇതിന് മുടക്കി? ഇത് സുവിശേഷത്തിന് മുടക്കേണ്ടതാ. എൻ്റെ മൂത്ത മോൻ തണ്ടിരിക്കുന്നു, സുനിൽ പാസ്റ്റർ. ഒരിക്കൽ ഞങ്ങളിവിടെ ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ പറഞ്ഞ് 25,000 രൂപ ഡൊണേഷൻ കൊടുത്താൽ അഡ്മിഷൻ തരാം. അവൻ ചോദിച്ച കോഴ്സിന് 25,000 രൂപ ഡൊണേഷൻ തരാമെങ്കിൽ തരാം. ഞാൻ തിരിച്ചു പറഞ്ഞൊരു പദമുണ്ട്. ഞാൻ മോനോട് പറഞ്ഞു, എടാ 25,000 രൂപ കൊടുക്കാതെ അഡ്മിഷൻ കിട്ടുമോ? നീ ചോദിച്ച കോഴ്സ് കിട്ടുകയില്ലായിരിക്കും, വേറൊരെണ്ണത്തിന് കിട്ടുമോ? അതെന്താ ഡാഡി? ഡാഡിയുടെ ഇല്ല, എൻ്റെ ഉണ്ട്. ആ 25,000 രൂപ നിൻ്റെ അഡ്മിഷന് തരുന്നതാണോ ഭേദം, അതോ സുവിശേഷ വേലയ്ക്ക് ഇടുകയാണോ? സുവിശേഷ വേലയ്ക്ക് 25,000 രൂപ കൊടുക്കുമെങ്കിൽ 5 ആത്മാക്കളെ എങ്ങനെയായാലും കിട്ടും, അല്ലെങ്കിൽ നീ പഠിക്കും. അവൻ പറഞ്ഞ, ഡാഡിയുടെ കാശ് വേണ്ട, മറ്റേതിന് പൊക്കോളാം. പോയി ഞാൻ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മേളിൽ ദൈവം എത്തിച്ചു, എത്രയോ മേളിൽ ദൈവം എത്തിച്ചു. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഡാഡി ഒരു ഗവൺമെൻറ് സേവകനായിട്ട് 25 വർഷം സെർവ് ചെയ്തു. ഒരു സയൻറ്റിസ്റ്റ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഡാഡിക്ക് കിട്ടിയ റിട്ടയർമെൻ്റൽ ബെനിഫിറ്റിൻ്റെ ഒരു ഭാഗം എനിക്ക് തന്നിരുന്നെങ്കിൽ, ഒരു കൊച്ചു ഭാഗം എനിക്ക് ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയേനെ. ഡാഡി ഒരു എഞ്ചിനീയറാണ്. 5 പൈസ ഉണ്ടാക്കാത്തവൻ, യാതൊരു ട്രേഡും സ്വന്തമായിട്ടില്ലാത്തവൻ, ഒരു ട്രേഡും ഇല്ലാത്തവൻ, സുവിശേഷത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ പണവുമായി കുഞ്ഞുങ്ങൾക്ക് കോടി കൊടുത്ത് തൻ്റെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ അപ്പന് 25,000 രൂപ ഇല്ലാതായി പോയല്ലോ. ഞാൻ ഈ പരസ്യ സ്ഥലത്ത് നിന്ന് പറയുക, ഐ നെവർ റിഗ്രറ്റഡ്. കാര്യം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുകൊണ്ട് ഇന്ന് ഭൂഗോളത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ് ചർച്ചായി വളരുവാൻ ദൈവം ഇടയാക്കി. മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? ദുർവ്യയം ചെയ്യാതെ വേണം. തേണ്ടേ, നീ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്, അത് നിനക്ക് ആവശ്യമാണ്. പക്ഷേ വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവർ പലരുണ്ട്. ലോകത്തിൻ്റെ ധാർഷ്ട്യത്തിൽ എടുത്തു പറഞ്ഞ സങ്കടം വരും, നെഞ്ചത്തടിച്ച് കരയാൻ തോന്നും. കർത്താവേ, ആത്മാക്കളെ നേടേണ്ട പണമായിരുന്നു, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതായിരുന്നു. തൻ്റെ സകല മ്ലേച്ഛതകളിലും സകലതിലും കൂടെ പോയി മത്തുപിടിച്ച ഒരു സ്ത്രീയെ 17-ാമത്തെ അധ്യായത്തിൽ കാണാം. ഇന്ന് പകൽ നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാം, ഞാൻ എന്തുകൊണ്ട് മത്തുപിടിക്കും? ആത്മാവ് നിറഞ്ഞവരായി ആത്മലഹരിയിൽ മത്തുപിടിക്കേണ്ടതിന് വീഞ്ഞേറ്റു വാങ്ങിയവർക്കായി സ്തോത്രം. യേശു ഒരുവനെ രക്ഷിച്ച് കയ്യിലെയും കാലിലെയും മുറിവ് കെട്ടണമെങ്കിൽ, ശരീരത്തെ മുറിവ് കെട്ടണമെങ്കിൽ 1 എണ്ണ പകരും, 2 വീഞ്ഞ്. ഞാൻ മറുഭാഷ പറയുന്നുണ്ട്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. തൻ്റെ മുറിവ് കെട്ടാതെ വഴിയറമ്പിൽ ഇന്നും കിടക്കുന്നതിൻ്റെ കാരണം ഇതല്ലേ? അവൻ മുറിവ് കെട്ടണമെങ്കിൽ വീഞ്ഞും കൂടെ പകർന്നേ മതിയാകൂ.
ഹാർവസ്റ്റിലുണ്ടായിരുന്നവർ പോയി, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അടുത്ത പദത്തിലേക്കൊന്ന് കയറിക്കോട്ടെ. ആ വീഞ്ഞിൻ്റെ പ്രകടനമാണ് ഈ കാണുന്നത്. ഓരോരുത്തൻ്റെയും തലയിൽ തീജ്വാലകൾ ഇറങ്ങി പതിയുവാൻ തുടങ്ങി. ഇതിനകത്തിരിക്കുന്ന പലർക്കും അറിയാം, ദുർഭൂതങ്ങൾ ചിലതിനെ അകലെ കാണുമ്പോൾ അലറുന്നതിൻ്റെ കാരണം ഇതാണ്. കാര്യം അതിൻ്റെ മേൽ ഒരു തീ കത്തുന്ന കാഴ്ച കാണാം. ഒരു ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ കേൾക്കുമ്പോൾ പലർക്കും രോമാഞ്ചം ഉണ്ടാകുവാൻ കാരണമുണ്ട്. ആ വചനത്തിൻ്റെ മേലൊരു തീ കത്തുകയാ. ഇന്ന് പകൽക്കാലം കത്തി നിൽക്കുന്ന തീ ചിലരുടെ മേൽ തരുവാൻ എങ്കിലേ മുറിവ് കെട്ടു. ഇന്ന് നിർത്തണമെന്നോർത്ത് ഇന്നുകൊണ്ട് ഇത് തീരുകയില്ല. എങ്കിലും തൊട്ടോട്ടെ, 2-3 മിനിറ്റൂടെ എങ്കിലും മുന്നോട്ട് ഞാൻ എടുത്തോട്ടെ. ഇറ്റ്സ് മൈ എക്സസ് ടൈം. വേറെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അവരുടെ മേൽ തീ വീണു, അവൻ്റെ മുറിവ് കെട്ടി. ഇത്രയും കഴിഞ്ഞാലേ മുറിവ് കെട്ടത്തുള്ളൂ. അന്യഭാഷ, വ്യാഖ്യാനം, പ്രവചനം, ഭൂതശാന്തി, രോഗശാന്തി, ഇതെല്ലാം വഴിയറമ്പിലെ അനുഭവം. അല്ലെങ്കിൽ കഥ തെറ്റാന്ന് വരും, അല്ലെങ്കിൽ യേശു പറഞ്ഞ തെറ്റിന്ന് വരും. ഇത്രയും കഴിഞ്ഞ് മുറിവ് കെട്ടു, ഇത്രയും വരെ വഴിയറമ്പിലെ അനുഭവമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി അവനെ വഴിയറമ്പിൽ കളഞ്ഞ യേശു പോകത്തില്ല, അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോകണം. അതാ ദൈവസഭ. ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? അവിടെ രോഗശാന്തിയുണ്ട്. ഇടോ ഇല്ലെന്ന് ആര് പറഞ്ഞു? ഈ വഴിയറമ്പിലെ സംഭവം അത്. അവിടെ ഭൂതങ്ങൾ അലർന്നു, അതെന്നേ. അതായി വഴിയറമ്പിലെ അനുഭവം. പ്രവചനം എന്നെ അക്യുറേറ്റാന്നറിയാം, അതെന്നേ. വളരെ സന്തോഷം. അതാ വഴിയറമ്പിലെ അനുഭവം. അവനെ വഴിയറമ്പിൽ കളയാതെ പൊക്കി തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി. യേശു വന്നു, എണ്ണ പകർന്നു, വീഞ്ഞു പകർന്നു. അർത്ഥപ്രാണാവസ്ഥയിൽ കിടന്നവനെ സമൃദ്ധിയായ ജീവനിലേക്ക് നയിപ്പാൻ വന്നു. യോഹന്നാൻ 10:10 നിങ്ങൾക്ക് കേവലം ജീവൻ തരേണ്ടതിനല്ല ഞാൻ വന്നത്, പകരം സമൃദ്ധിയായ ജീവൻ തരേണ്ടതിന് അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നത്. നിസ്സാരം കൊണ്ട് ഞാൻ നിർത്തുകയില്ല. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി കള്ളൻ വരുമ്പോൾ ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവനും ഉണ്ടാകേണ്ടതിനാണ്. അങ്ങനെ എന്നെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ഒരു പുതുമനുഷ്യനാക്കി മാറ്റി. എന്നെ കൺഫ്യൂസ് ചെയ്യാനൊക്കത്തില്ല. ഓ ഗാഡ്, കഴിഞ്ഞ ദിവസം ജോൺ ഹേഗയുടെ ഒരു മെസ്സേജിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. പരീശന്മാർ അടുത്തു വന്നത് യേശുവിനെ കൺഫ്യൂസ് ചെയ്യാനാ. സാധുക്യർ അടുത്തു വന്നത് യേശുവിനെ ഉഴപ്പിക്കളയാൻ വേണ്ടിയാ. കല്ലറ ശ്രമിച്ചത് യേശുവിനെ ഒതുക്കി വെക്കാനാ. മരണം ചിന്തിച്ചത് അതിനെ അടക്കി വെക്കാൻ കഴിയുമെന്നാ. ഇല്ല ഇല്ല ഇല്ല, ഇതിൻ്റെയൊക്കെ മേലാണ് എൻ്റെ യേശു, ഇതിൻ്റെയൊക്കെ മേലാണ് എൻ്റെ യേശു. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ഒരു തലമുറ വെളിയിൽ വരട്ടെ. ഒരു നിരൂപകനെ കണ്ടാൽ, ഒരു ഹാസ്യപ്രസംഗകനെ കണ്ടാൽ അതിന്റെ പുറകെ പോകാനല്ല, പകരം വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ഒരു സമൂഹം എഴുന്നേറ്റ് വരട്ടെ. കൊലോസ്യ ലേഖനം 3:8 മുതലുള്ള വാക്യം നോക്കുമ്പോൾ ആകയാൽ കോപം, ക്രോധം, ധാർഷ്ട്യം, ഭിന്നത ഇതെല്ലാമുള്ള ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞേച്ച് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ, എന്നെ പുതുമനുഷ്യനാക്കുവാൻ. വെച്ചുകെട്ടി വരുന്നവൻ പഴയ വീണ് കിടന്നവനെ പോലെ അല്ല, അവനെ ഒരു പുതുമയിൽ കാണാം. ഇന്ന് പകൽ ഞാൻ ഇവിടം കൊണ്ട് നിർത്തിക്കോട്ടെ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. പകരം അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. കൊലോസ്യരിൽ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും ഒരു വാക്യമുണ്ട്. എഫേസ്യരിൽ അവന്റെ രാഗമോഹത്തോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഈ പുള്ളിക്ക് ഒരുപാട് രാഗമോഹങ്ങളുണ്ട്. ശരീരത്തെ തൊട്ടാൽ മിനുസം തോന്നുന്ന വസ്ത്രം കണ്ടാൽ വാങ്ങിച്ചിടണമെന്ന് അങ്ങ് തോന്നും. വഴിയെ പോകുമ്പോൾ നല്ലൊരു കാറ് കണ്ടാൽ വാങ്ങിച്ച് കയറണമെന്ന് അങ്ങ് തോന്നും. ഇവൻ ഒത്തിരി രാഗമോഹങ്ങളുണ്ട്. ജഡം കുഴിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് തീർന്നില്ല. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട്. കാര്യം ഇവിടുന്നായി വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇതെല്ലാം പിടിപെട്ടാണ് താങ്കളുടെ റെയ്മൻഡ് നഷ്ടമായി വഴിയറമ്പിൽ പോയത്. അവിടുന്ന് എണ്ണ പകർന്നത്, വീഞ്ഞു പകർന്നത്, കാൽവരിയിൽ തകർക്കപ്പെട്ടത്, എന്നെ വസ്ത്രം ധരിപ്പിക്കേണ്ടതിന് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിയത് എന്നെ വഴിയറമ്പിലിടാനല്ല, ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ. പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിക്കേണ്ടതിന് അവനെ പോക്കിയെടുത്ത് ഒരു വേർപാടിലേക്ക് കൊണ്ടുവരികയാണ്. തൻ്റെ വാഹനത്തിലാക്കി തണ്ടവനെയും കൊണ്ട് പോകുക. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഒന്ന്, യേശുവിൻ്റെ വാഹനത്തെ കയറ്റി. യേശുവിൻ്റെ വാഹനം ഇത് ഞാൻ എല്ലായിടത്തും പല പ്രാവശ്യം ഉപയോഗിച്ച എൻ്റെ കൺവെൻഷൻ പ്രസംഗത്തിൻ്റെയൊക്കെ ആരംഭകാലങ്ങളിൽ 10-25 വർഷങ്ങൾക്കെങ്കിലും മുമ്പേ ആയിരിക്കും പാസ്റ്ററൊക്കെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. IPCയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസന പാസ്റ്റർ ഷിഡു നെടുവേലി. പിന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. പ്രതീക്ഷിച്ചതിനേക്കാൾ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ഓക്കെ, മുന്നോട്ട് പോട്ടെ.
യേശുവിൻ്റെ വാഹനത്തിലോട്ട് കയറ്റും. ഞാൻ പറയാറുള്ളൊരു ഉദാഹരണമാണ്, ആരുടെയെങ്കിലും വാഹനത്തെ ഞാൻ കയറി ഇരുന്നേച്ച് സ്പീഡിൽ ഓടിക്കട, പതുക്കെ ഓടിക്കട, ഇടത്തോട്ട് ഓടിക്കട, വലത്തോട്ട് ഓടിക്കട, ബ്രേക്ക് ഔട്ടർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അത് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത്. ഞാൻ വണ്ടി ഓടിച്ച കാലത്ത് എന്നോട് ആരെങ്കിലും ഇന്ന് എനിക്ക് ഓടിക്കാനുള്ള ആരോഗ്യമില്ല, കഴിവില്ല, വേറെ ആരെങ്കിലും ഓടിക്കും. ഞാൻ വണ്ടി ഓടിച്ച കാലത്ത് എൻ്റെ വണ്ടിയെ കയറുന്നവൻ പറയുന്ന പോലെ ഞാൻ ഓടിക്കത്തുമില്ല. അവനവൻ്റെ വണ്ടിയിൽ അവനവനാ സ്വാതന്ത്ര്യം. കേട്ടോണേ, യേശു ആരുടെയും വണ്ടിയെ കയറാൻ വരത്തില്ല, തൻ്റെ വാഹനത്തിലോട്ട് കയറ്റത്തേ ഉള്ളൂ. എനിക്ക് സ്നാനപ്പെടാൻ ഇഷ്ടമില്ല, ഇറങ്ങിപ്പോടാവൂ, ഈ വാഹനത്തിൽ നിനക്ക് യാത്രയില്ല. എനിക്കങ്ങനെ മുടി വെട്ടുന്ന ഇഷ്ടമല്ല, പോടൂ, ഈ വാഹനത്തിൽ യേശുവിൻ്റെ ആകയാൽ താൻ പറയുന്ന പോലെ പോകത്തുള്ളൂ. എനിക്കങ്ങനെ ചാടി ആരാധിക്കുന്നതിൽ ഇഷ്ടമില്ല, ഇറങ്ങിപ്പോ, ഇത് യേശുവിൻ്റെ വാഹനമാ. യേശു ഒരുവനെ മുറിവ് കെട്ടുന്നത് വരെ ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, മറക്കല്ലേ. എണ്ണ പകരുമ്പോൾ, വീഞ്ഞു പകരുമ്പോൾ, കൃപാവരങ്ങൾ കൊടുക്കുമ്പോൾ, മുറിവ് കെട്ടുമ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവിടെയാ തുടങ്ങുന്നത്. തൻ്റെ വാഹനത്തിലോട്ട് കയറ്റി, ഒറ്റ വാക്ക്. ഇനി എങ്ങോട്ടാ പോകേണ്ടത് താനാ തീരുമാനിക്കുന്നത്. ആ വാഹനത്തിൽ അവർക്ക് തമ്മിൽ ഒരു ഭയങ്കര ബന്ധമുണ്ട്. മുമ്പേ തന്നെ കരുണ തോന്നിയിട്ടാണ് അടുത്ത് ചെന്നത്. പണ്ടേ ബന്ധമുണ്ട്. അതിനേക്കാളൊക്കെ വളരെ കൂടെ കടുത്ത ബന്ധമാണ് ഒരു വാഹനത്തിൽ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ. ക്ലോസസ്റ്റ് റിലേഷൻ. ഇതുവരെ യേശുവുമായ ക്ലോസസ്റ്റ് റിലേഷൻ ഇല്ലാത്തവർ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ ഇന്നൊന്ന് ഏൽപ്പിക്കപ്പെടട്ടെ. എ ഡയറക്റ്റ് റിലേഷൻ, പേഴ്സണൽ എൻകൗണ്ടേഴ്സ്, ദൈവവുമായി പേഴ്സണൽ എൻകൗണ്ടേഴ്സ് ഉള്ളവർക്കായി സ്തോത്രം. 10,000 പേർ പറഞ്ഞാൽ ഞാൻ ചഞ്ചലിക്കാത്തതിൻ്റെ കാരണം പേഴ്സണൽ എൻകൗണ്ടേഴ്സ് ഇല്ലാത്തതൊന്നും ജീവിതത്തിൽ അംഗീകരിക്കേണ്ടി വന്നിട്ടില്ല. ഒടുവിൽ ദർ ഇസ് നോ മീഡിയേറ്റർ. ഇടയ്ക്കാരുമില്ല. ഒരു ദുരുപദേശം തരേണ്ടതിന് എനിക്ക് ഇടയ്ക്കാരുമില്ല. ഞാനും തിരുവചനവും ദൈവവുമായി ഒരു ബന്ധം. അവനെ പോക്കിയെടുത്ത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവയെ നിങ്ങൾ ധരിച്ചു കൊള്ളുക. അവരെ വൃതന്മാർ എന്ന് വിളിച്ചു തുടങ്ങി. തന്നോടുകൂടെ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ പിന്നെ അവൻ്റെ പേര് വിശ്വാസി എന്നല്ല, വൃതന്മാർ. ഭയങ്കര അർത്ഥവ്യാപ്തിയാ. വൃതന്മാർ പാപികളെ നീതിമാന്മാരെയും തിരിച്ചറിയും. ഈ കൊലോസ്യ ലേഖനം 1:28 ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഒരുമാതിരി ചൊവ്വ അങ്ങ് ജീവിച്ചു പോകാനാണ് വഴിയറമ്പിൽ മതി, സഭയുടെ ആവശ്യമില്ല. സഭ അതിനല്ല. ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുവാൻ, അതിനു വേണ്ടിയാണ്. ഒത്തിരി പടികളുണ്ട്, നമുക്ക് വരുന്ന ആഴ്ച ചിന്തിക്കാം. ഒടുവിൽ ഒന്നിച്ചു ചേർത്ത് ക്രിസ്തുവിൽ ഒരൊറ്റ പുതുമനുഷ്യനാക്കുവാൻ, ഗെറ്റ് അലൈൻഡ്. ആ സഭയുടെ പാറ്റേണിലേക്ക് കൊണ്ടുവരുവാൻ ഈ വാഹനത്തിലെ യാത്ര കഴിയുന്നതോടെ തൻ്റെ സകല സ്വഭാവങ്ങളും മാറി ദൈവസഭയ്ക്ക് അനുയുക്തനായി മാറുവാൻ, ടു എ ഡിഫറെൻറ്റ് ലെവൽ, അലൈൻഡ് ഇൻ ക്രൈസ്റ്റ്. അങ്ങനെ ഈ അലൈനിങ് എന്നെ കുറിച്ച് വരുന്ന ആഴ്ച എടുത്തേ പറ്റുള്ളൂ, എനിവേ പോയേ പറ്റൂ. ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് തൊട്ടായിരുന്നു. ആ പണ്ടത്തെ പുരോഹിതനും പണ്ടത്തെ ലേവ്യനും മര്യാദകൾ പറഞ്ഞ് അങ്ങ് പോയി. ഈ മോഡേൺ സ്കോഫേഴ്സ് ഉണ്ടല്ലോ, ഇവന്മാർ പോകുകയില്ല, നിന്നുപദ്രവിക്കുക. മറ്റവന്മാർ കണ്ടങ്ങ് പോയി, ഇതങ്ങ് നിന്നുപദ്രവിക്കുക. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഹൃദയത്തിന് വേദനയുണ്ടായൊരു സംഭവമുണ്ട്. പേരൊന്നും ഞാൻ ആരുടെയും പറയത്തില്ല. ഒരു ദൈവദാസനെ ആരോ കുറേ പേര് ചേർന്ന് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് അവിഖ്യാതികൾ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു കൺവെൻഷൻ്റെ നോട്ടീസിൽ അങ്ങേരുടെ പേര് കണ്ടു. ആ പേര് വെച്ച് നോട്ടീസ് അടിച്ചവനോട് തൊട്ടടുത്തുണ്ടായിരുന്ന 2-3 പരീക്ഷന്മാർ ചേർന്ന് പറഞ്ഞു, അവൻ്റെ പേരുണ്ടെങ്കിൽ ഞങ്ങളാരും കൂടത്തില്ല. ഈ മനുഷ്യനാകെ ബുദ്ധിമുട്ടിലായി. അവൻ ചെയ്ത പാപം എന്നാ, അവനെ കുരിശിക്കുക, അത്രേ ഉള്ളൂ. അവൻ ചെയ്ത പാപം ഒന്ന്, അവനെ കുരിശിക്കുക. ഇത് കവിഞ്ഞൊന്നുമില്ല. ഒരു തെളിവും ഒന്നും ഉള്ളതല്ല, ചുമ്മാ ആരാണ്ട് വായി വരുന്നത് കോതയ്ക്ക് പാട്ട്, അത്രേ ഉള്ളൂ. ആ ദൈവദാസനെ ഒടുവിൽ ഇയാൾ വിളിക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ട്. ഞാനും ഈ വിളിക്കപ്പെടുന്ന ദൈവദാസനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. വിളിച്ചേച്ച് പറഞ്ഞു, സാറേ, പാസ്റ്ററെ, നിങ്ങളുടെ പേരും കൂടെ വെച്ചാന്നല്ല അടിച്ച് നിങ്ങൾ എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ അയൽ സഭകൾക്കെല്ലാം പ്രയാസമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ പേര് ഒന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. ആ മനുഷ്യൻ തിരിച്ചു പറയുന്നൊരു വാചകം ഞാൻ കേട്ടു, ബ്രദറെ, ചത്ത പാമ്പിനെ പിന്നെ എന്തിനാ തല്ലുന്നേ? ഞാൻ ആവശ്യപ്പെട്ട് അങ്ങോട്ടൊരു മീറ്റിംഗ് ചോദിച്ചതല്ലല്ലോ. എന്നെ വിളിച്ച് ഒരു മീറ്റിംഗ് തന്നേച്ച് എല്ലാ ദിവസവും നാട്ടുകാർ അപവാദം പറഞ്ഞ് കിടക്കുക. ഈ ചത്ത പാമ്പിനെ പിന്നെ തല്ലുന്ന എന്തിനാ? ഈ മനുഷ്യൻ എന്ത് മറുപടി പറയണം? ഒരു മറുപടിയില്ല.
പരീക്ഷഭക്തന്മാരുടെ നടുക്കായിപ്പോയി. ഇന്നത്തെ സ്കോഫേഴ്സ് ഇവന്മാർ പോകത്തില്ല, പുറകെ നിൽക്കുക. ദൈവമായി ഇടപെടട്ടെ. ഞാനിവിടെ നിന്ന് മാറട്ടെ. ക്രൂശിൽ നമുക്ക് തിരിച്ചു വരാം. വരുന്ന ആഴ്ചയിൽ അവിടെ കൊണ്ട് ആരംഭിക്കാം. ഇന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഇന്ന് പകൽ എൻ്റെ മുറിവ് കെട്ടപ്പെട്ടിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, ഇന്നും എൻ്റെ മുറിവിലൂടെ രക്തമൊഴുകുകയാണ്. എൻ്റെ സ്വഭാവദോഷം, എൻ്റെ ജീവിത ശൈലികൾ എൻ്റെ നന്മ നഷ്ടപ്പെടുത്തുക. കർത്താവേ, എന്നെ വിടുവിക്കണേ, രക്ഷിക്കണേ എന്ന് പറയുവാൻ ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയമാണ്. കർത്താവേ, ഞാൻ ഇന്നും വഴിയിറമ്പി കിടക്കുന്നതേ ഉള്ളൂ. മറുഭാഷ പറയും, രോഗശാന്തിയും ചെയ്യും, എണ്ണയും വീഞ്ഞുമുണ്ട്, പക്ഷെ മുറിവ് കെട്ടിയിട്ടുമില്ല, വഴിയിറമ്പി കിടക്കുന്നതേ ഉള്ളൂ, ദൈവസഭയിൽ എത്തിയിട്ടുമില്ല എന്നാർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇന്ന് ഒരു സമർപ്പണത്തിൻ്റെ ദിവസമാകട്ടെ. ഞാൻ ആരോട് എഴുന്നേക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഗ്ലോബലി എന്നെ ശ്രദ്ധിക്കുന്ന ആത്മീയരെ, നമ്മുടെ ഇടയിലാണ് ഈ അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. മറുഭാഷ പറയുന്നുണ്ട്, രോഗശാന്തിയും കണ്ടേക്കാം, പക്ഷെ ദൈവസഭയുടെ ഡിസിപ്ലിനിൽ വന്നിട്ടില്ല. സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഇതുവരെ ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല. കാര്യം, അപ്പസ്തോലൻ, പ്രവാചകൻ, ഇടയൻ, അധ്യാപകൻ എന്നിങ്ങനെ ശുശ്രൂഷിക്കപ്പെടേണ്ട ആളുകളില്ല. 2 വെള്ളി നാണയങ്ങളാകുന്ന തിരുവചനവും പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് ചേർക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ദൈവത്തോടെന്ന് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം വേണം. എന്നെ വഴിയമ്പലത്തിലൊന്ന് എത്തിക്കണം, അങ്ങയുടെ വാഹനത്തിൽ എന്നെ കയറ്റണം. നമുക്ക് ഒരുമിച്ച് പോകുവാൻ ഒരവസരം വേണം. ഇന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. ഞാൻ ഒരൊറ്റയാളിനോട് പോലും ഇന്ന് കൈ ഉയർത്താൻ ആവശ്യപ്പെടുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കള്ളന്മാരുടെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ട്, കള്ളന്മാരുടെ കയ്യിലാകപ്പെട്ട്, വല്ലാത്തതൊക്കെ അനുഭവിച്ച് ജീവിതം തളർന്നെങ്കിൽ, മടുത്തെങ്കിൽ, വിശ്വാസം തകർന്നെങ്കിൽ, അടിയനെ വെച്ച് കെട്ടുവാൻ അങ്ങ് വന്നതിനായി നന്ദി എന്ന് പറയാം. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. യേശുവേ, ഈ ജനത്തെ ഞാൻ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇതേ ആത്മീയ അന്തരീക്ഷത്തിൽ ദൈവകൃപയ്ക്കകത്തിരുന്നു കൊണ്ട് എന്നൊക്കെ ആരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് അനുഗ്രഹിക്കുന്നു. ഒരു ദിവ്യാനുഗ്രഹം അവരുടെ മേലിരിക്കണേ. മഹത്വം അങ്ങേക്കാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.